3 ദിവസം കൂടെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ ക്രമീകരണങ്ങൾ നാം ചെയ്തു വന്നിരിക്കുകയാണല്ലോ. ഈ ദിവസങ്ങളിലെ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, തിരുവചനം നാം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വർധനവിനും ദൈവകൃപ അനുഭവിച്ചറിയുന്നതിനും കാരണമായി തീരുവാൻ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ കടന്നു വന്നത് തിരുവചനം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് പറയത്തക്കവണ്ണം വലിയ ദൈവ സാന്നിധ്യം നാം അനുഭവിച്ചറിഞ്ഞ് വിടുതൽ പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്കൊരുമിച്ച് അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും നിയന്ത്രണത്തിലും നിയോഗത്തിലുമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. വചനം കേൾക്കുക മാത്രമല്ല, നമ്മെ തന്നെ കേൾക്കപ്പെടുന്ന വചനത്തിനു മുമ്പാകെ ശോധന ചെയ്ത് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കൊടുക്കുന്ന നല്ലൊരു രാത്രിവേളയായി ഇന്ന് രാത്രിവേളയിലെ കൂട്ടായ്മയും തീർക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രിവേള നാം അനുഭവിച്ചറിവാൻ ദൈവകൃപ നാം അനുഭവിപ്പാനിടയാകേണ്ട ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ജോർജ് കെ ശമുവേൽ മുമ്പോട്ട് വന്ന് കടന്നു വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളുടെ ഉണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലെ മനോഹരമായ സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിവസം ഞങ്ങളെ അവിടെയായി പരിപാലിച്ചു. അങ്ങയുടെ കൃപ, കരുണ ഞങ്ങളുടെ ജീവിതയാത്രയിൽ അവിടെ ഉണ്ടായിരുന്നു. ദൈവകൃപ ധാരാളമായി അനുഭവിപ്പാൻ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകി തന്നതിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, അനർത്ഥങ്ങളെ, ആപത്തുകളെ, കഷ്ടങ്ങളെ, പ്രയാസങ്ങൾ, രോഗദുഃഖാദികൾ നിറഞ്ഞതായ ലോകത്തിൽ കർത്താവേ, സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകി തന്നതിനാരടി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകുന്നു, കുന്നുകൾ നീങ്ങിപ്പോകുന്നെങ്കിലും അങ്ങയുടെ ദയ ഞങ്ങളെ വിട്ടു പിന്മാറാതെ വണ്ണം ഞങ്ങളുടെ കൂടെ ഉള്ളതിനാലടി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളോടുകൂടെ ഇരുന്ന ദൈവം ഇന്നും കർത്താവെ ഞങ്ങളോടുകൂടി ഇരിക്കുന്നതിനായിട്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവെ. യൂത്ത് ഫെലോഷിപ്പ് ക്രമീകരിച്ച് ഈ കർത്താവ് ഇന്ന് നടക്കുന്ന ഈ ബൈബിൾ സ്റ്റഡി ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവെ കേൾക്കുന്നതായ വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാനും കർത്താവെ അങ്ങോട്ട് ഒന്നുകൂടെ കൂടുതലെടുപ്പാനുള്ള മുഖാന്തരങ്ങളാക്കി തീർക്കണമേ കർത്താവെ. ദൈവജനം സംസാരിപ്പാനായിട്ട് കർത്താവെ, ഹല്ലേലൂയ, അങ്ങയുടെ വൃത്തിനെ ഈ ദേശത്തേക്ക് കർത്താവെ അയച്ച കൃപയ്ക്കായി സ്തോത്രം. വചനം സംസാരിക്കുമ്പോൾ കർത്താവെ ദൈവകൃപ ധാരാളമായി നിരദാസന്മേൽ പകരണമേ കർത്താവെ, ഹല്ലേലൂയ. നല്ല വചനം, അനുഗ്രഹിക്കപ്പെട്ട വചനം കർത്താവെ ഞങ്ങൾക്ക് നൽകിത്തരാൻ പോകുന്നതിനാലൂടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുമ്പോൾ ഞങ്ങൾ കർത്താവെ പരിശുദ്ധാത്മാവിൽ സന്തോഷിപ്പാനും ദൈവകൃപയിൽ വർദ്ധിപ്പാനും കാരണമാക്കണമേ കർത്താവെ. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ദൈവജനങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവെ അനേകരെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ദൈവദാസന്മാർ ഞങ്ങളുടെ മധ്യയിലായിരിക്കുന്നു. ദൂരത്തും ഒക്കെ ആയിരുന്ന അനേകരെ കർത്താവെ, ഹല്ലേലൂയ, പ്രദേശത്തേക്ക് ഇന്ന് ഇവിടെ വരുവാൻ കർത്താവ് സഹായിച്ചതിനാൽ സ്തോത്രം. ഞങ്ങളുടെ യൂത്ത് പ്രവർത്തനത്തെയും ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവം വീണ്ടും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ദൈവധാരാളമായി പകരണമേ. പാട്ടുപാടുന്ന കർത്താവെ, ഹല്ലേലൂയ, പ്രിയ കർത്താവ് മക്കളോട് കൂടെ ഇരിക്കണം. അതും അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി സന്തോഷിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ കർത്താവെ. ഹല്ലേലൂയ, പാടി സന്തോഷിപ്പാനുള്ള കൃപ തരണമേ കർത്താവെ. ഞങ്ങളുടെ ശുശ്രൂഷനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദാസനെയും കുടുംബമായി ഏൽപ്പിക്കുന്നു. ഈ പ്രദേശത്ത് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നൽകിക്കൊടുക്കുന്നതിനാലൂടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒന്നിച്ച് അനുഗ്രഹം പ്രാവശ്യം മടങ്ങിപ്പോവാൻ ഞങ്ങൾ ഇടയാകണമേ. അങ്ങയുടെ ദൂതന്മാരുടെ പരിപാലനും കാവലും ഉണ്ടാകണം. എല്ലാ രീതിയിലും കർത്താവെ, ഹല്ലേലൂയ, ഹോളിൽ കർത്താവ് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവ കൃപ ധാരാളമായി ഉണ്ടാകണമേ കർത്താവെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ. തുടർന്ന് നാം പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം. ഈ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ യൂത്ത് ഫെലോഷിപ്പ് കൊയർ മുൻപോട്ട് കടന്നു വന്ന് 2 ഗാനങ്ങൾ ആലപിക്കും. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാമല്ലോ.
പ്രൈസ് ലോർഡ്. വേദിയിലായിരിക്കുന്ന കർത്തദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എൽഡേഴ്സ്, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ സ്വർഗീയ പിതാവായ യേശു ക്രിസ്തു നമ്മൾക്ക് ചെയ്യുന്ന നന്മകൾ, നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങളെ നാം എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും ഒരിക്കലും മതിയാവാത്തൊരു കാര്യമാണ്. അവൻ നമ്മളെ ഓരോ ദിവസവും നടത്തുന്ന വഴികൾ, കൃപകൾ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും അറിയാവില്ല. ഉള്ളത്തിൽ നിന്ന് എത്രയും ആഴത്തിൽ നമ്മുടെ യേശു ക്രിസ്തുവിന് നന്ദി പറയുന്നു. അങ്ങനെ രീതിയിലൊരർത്ഥം വരുന്ന ഒരു ഗാനമാണ് ഞങ്ങൾ ആദ്യമായി ആലപിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ യേശുവേ, എൻ്റെ കർത്തനെ, നീ എന്നും എൻ ഓഹരി എന്നൊരു ഗാനം. പലരും ഈ ഗാനം കേട്ടിട്ടുണ്ടാവും. അറിയാവുന്നവർ ഞങ്ങളോടൊപ്പം ചേർന്ന് പാടുക. ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ ഉള്ളം നിറയും. നടത്തിയ വഴികളോർക്കുമ്പോൾ നന്ദിയാൽ ഞാൻ പാടിടും. നീ എൻ വിശ്വാസം, നീ എൻ പ്രത്യാശ, the sun.
മനസ്സിൽ എല്ലാ നാളുകളും നിൻ സ്തുതികൾ ഞാൻ ഏറ്റുപാടും. ഞാനും എന്റെ കുടുംബവും നിൻ നാമം വാഴ്ത്തി പാടും. നീ എൻ വിശ്വാസം, നീ എൻ പ്രത്യാശ, നിൻ കൃപ എനിക്ക് മതി. നിന്നിൽ ആശ്വാസം, നിന്നിൽ സന്തോഷം, നിൻ കരുതൽ എനിക്ക് മതി. ആരാധന യേശുനാഥാ. ഹല്ലേലൂയ പാടിടും എന്നെന്നും Praise Lord. ഇന്ന് നാം ഈ കാണുന്ന ലോകത്ത് സംഭവിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഒരിക്കലും കേട്ടിട്ടില്ലാത്ത മഹാരോഗങ്ങൾ, ഇതൊക്കെയും നമ്മൾ വചനം പഠിക്കുമ്പോൾ വിളിച്ചറിയിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ: നമ്മുടെ രാജാതിരാജനായ യേശു ക്രിസ്തു വരാൻ ഇനി അധികം സമയമില്ല എന്നർത്ഥം വരുന്നൊരു ഗാനം. രാജാതിരാജൻ എൻ്റെ യേശു വേഗം വരുന്നു എന്നർത്ഥം വരുന്നൊരു ഗാനം ഞങ്ങൾ അടുത്ത് ആലപിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഗാനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജാതിരാജൻ എൻ്റെ യേശു വന്നിടാം കാലമാ. പ്രിയനെ ചേർപ്പാൻ വനമേകെ എൻ്റെ യേശു വന്നിടാം. രാജാതിരാജൻ എൻ്റെ യേശു വന്നിടാം കാലമാ. പ്രിയനെ ചേർപ്പാൻ വനമേകെ എൻ്റെ യേശു വന്നിടാം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും നമ്മെ നാടൻ വരാൻ സമയം അറിയിക്കുന്നു. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും നമ്മെ നാടൻ വരാൻ സമയം അറിയിക്കുന്നു. കാലമധികമില്ല ഒരുങ്ങാം പ്രിയരേ, യേശു വന്നിടാം. കാലമധികമില്ല ഒരുങ്ങാം പ്രിയരേ, യേശു വന്നിടാം. എൻ്റെ യേശു വന്നിടാം.
ചേർപ്പാൻ വേഗം വരും നമ്മെ ചേർപ്പാൻ നാഥൻ വരുന്നേ നമ്മെ ചേർപ്പാൻ നാഥൻ വരുന്നേ നമ്മെ ചേർപ്പാൻ നാഥൻ വരുന്നേ നമ്മെ ചേർപ്പാൻ വേഗം വരും നമ്മെ ചേർപ്പാൻ. രോഗവും ദുഃഖവും തീരാറായി നമ്മെ ചേർക്കുവാൻ നാഥൻ വരുന്നുവല്ലോ. രോഗവും ദുഃഖവും തീരാറായി നമ്മെ ചേർക്കുവാൻ നാഥൻ വരുന്നുവല്ലോ. വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കിടും. വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കിടും. അതിരാജൻ എന്റെ യേശു വന്നിടാൻ കാലമായി പ്രിയനെ ചേർപ്പാൻ വനമേഘേ എന്റെ യേശു വന്നിടാൻ. അതിരാജൻ എന്റെ യേശു വന്നിടാൻ കാലമായി പ്രിയനെ ചേർപ്പാൻ വനമേഘേ എന്റെ യേശു വന്നിടാൻ. രാജാധിരാജൻ എന്റെ യേശു വന്നിടാൻ കാലമായി പ്രിയനെ ചേർപ്പാൻ വനമേഘേ എന്റെ യേശു വന്നിടാൻ. രാജാധിരാജൻ എന്റെ യേശു വന്നിടാൻ കാലമായി പ്രിയനെ ചേർപ്പാൻ വനമേഘേ എന്റെ യേശു വന്നിടാൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം. ഇന്ന് രാത്രിവേള തിരുവചന പഠനത്തിനായിട്ട് ദൈവസന്നിധാനത്തിൽ ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണല്ലോ. നാം പ്രതീക്ഷിച്ചാലും അല്പം വൈകിയാണ് ഇന്ന് നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡി ആരംഭിക്കുന്നത്. 8 മണി മുതൽ നമ്മുടെ ബൈബിൾ സ്റ്റഡി ആരംഭിക്കണമെന്നുള്ളതായിരുന്നു നമ്മുടെ താല്പര്യം. എന്നാൽ ചില സാഹചര്യങ്ങളാൽ അത് സാധിക്കാതെ പോയി. അടുത്ത ദിവസം മുതൽ 8 മണിക്ക് തന്നെ നമ്മുടെ ബൈബിൾ സ്റ്റഡി ആരംഭിക്കത്തക്കുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യാം. ഏതൊരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും പ്രത്യേകാൽ ദൈവ ഇതിനെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ വചനം പഠിക്കുക എന്നുള്ളത് ഏറ്റവും വിലപ്പെട്ടതായ ഒന്നാണ്. ഓരോ ദിവസവും നമ്മെ മുൻപോട്ട് ജീവിപ്പാൻ നമുക്ക് പ്രചോദനം നൽകുന്നതും നമ്മെ നടത്തുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദിവസങ്ങളിലുള്ള വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാമല്ലോ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളെ തിരുവചനം പഠിപ്പിക്കുവാനായി നാം ക്ഷണിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവരദാസൻ പാസ്റ്റർ ഡോക്ടർ സജി കുമാർ KP അവരുടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില നാളുകളായി നാം ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ യൂത്ത് ഫെസ്റ്റ് നടക്കുവാനിടയായി. ആ മീറ്റിങ്ങിലും പ്രിയ കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിപ്പാൻ ദൈവം അവസരമൊരുക്കി. വരുന്ന ദിവസങ്ങളിലും
നമ്മുടെ മധ്യേ പ്രിയ കർത്താവിൻ്റെ ദാസൻ ഉണ്ടല്ലോ, വളരെ ആധികാരികമായി തിരുവചനത്തിൽ നമ്മോട് പറഞ്ഞു തരുവാൻ. കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥന നമുക്കായിരിക്കാം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, വിശേഷാൽ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കൗൺസിൽ, എൽഡേഴ്സ്, ഇന്ന് രാത്രിവേള നമ്മോടൊപ്പമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയ നമ്മുടെ ഇബ്ര ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ തമ്പി കെ ജോർജ് അവർ, പാസ്റ്റർ ജോയ് ഫിലിപ്പോസ് അവർ, അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ക്രിസ്തുവേശുവിലുള്ള വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് തിരുവചന പഠനത്തിനായിട്ട് നാം സമയം വേർതിരിക്കുകയാണ്. സമയം ഒട്ടുമില്ലാത്തതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജികുമാർ KP അവരുടെ മുൻപോട്ട് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രാർത്ഥന നമുക്കായിരിക്കും. കരങ്ങളെ തട്ടിപ്രിയ കർത്താവിൻ്റെ ദാസനെ നമുക്ക് സ്വീകരിക്കാം. Praise the Lord. Hallelujah. ദൈവത്തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ബഹുമാനപ്പെട്ട സഭാ ശുശ്രൂഷകൻ രാജൻ പാസ്റ്റർ, മറ്റ് ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, സഭയുടെ എൽഡേഴ്സ്, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇത്രയും പേര് ഇന്ന് രാത്രിയുടെ ഒരുമിച്ച് കടന്നു വന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ബൈബിൾ സ്റ്റഡിക്ക് പൊതുവെ നമ്മൾ കാണുന്നത് പാർട്ടിസിപ്പേഷൻ കുറവായിട്ടുള്ള സാഹചര്യങ്ങളാണ്, ജനറലി സ്പീക്കിംഗ്. പക്ഷേ എന്നാൽ എല്ലാ തിരക്കുകളുടെ നടുവിലും ഇത്രയും ആളുകൾ ഇവിടെ ഒന്നിച്ചു വന്നത് സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരുപറ്റം ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നമുക്കൊരു കൊതിയുണ്ടെങ്കിൽ ആവോളം നമ്മളെ നിറയ്ക്കാൻ കർത്താവിനും ആഗ്രഹമുണ്ട്. നമ്മൾ ഒരു സ്റ്റെപ്പ് കർത്താവിന് വേണ്ടി വെച്ചാൽ 9 സ്റ്റെപ്പ് ഇങ്ങോട്ട് വയ്ക്കാൻ റെഡി ആയിട്ടാണ് കർത്താവ് നിൽക്കുന്നത്. അതാ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള സ്നേഹവും വാത്സല്യവും. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഈ ദിവസങ്ങളിൽ നമ്മളിവിടെ കർത്താവിൻ്റെ വചനം പഠിക്കാൻ ഇങ്ങനെയൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു തീം നമ്മുടെ മുമ്പിലുണ്ട്. ആ തീം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഒരുമിച്ച് വചനം പഠിക്കുന്നത് നമ്മുടെ ഹൃദയ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കട്ടെ. നമ്മുടെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലൊന്ന് ഇറങ്ങിച്ചെല്ലട്ടെ. പ്രാണനെ, ആത്മാവിനെ, സദ്യമജ്ജകളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനം, ജീവനും ചൈതന്യവും വരുത്തുന്ന വചനം. ആ വചനത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ കുറുവാക്യത്തിലേക്ക് ഒന്ന് വരാം. ആരെങ്കിലും ഒരാൾ 2 കൊരിന്ത്യർ 3:18 വായിക്കാം. Amen. And our faces are not covered. We all show the Lord's glory, and we are being changed to be like Him. This change in us brings more and more glory, which comes from the Lord, who is the Spirit. Anakaliptos 2 പദങ്ങളാണ്. അന്ന എന്ന് പറഞ്ഞാൽ അപ്പ്, എവേ. കാലിപ്റ്റോ എന്ന് വെച്ചാൽ കവർ, എന്ന് വെച്ചാൽ അൺകവറിങ്. അതിനെയാണ് മലയാളത്തിൽ ആ മൂടുപടം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അവർ ഫേസസ് ആർ നോട്ട് കവേർഡ്, അതായത് മറയില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം. ദൈവസനയിൽ ചെന്ന് നമുക്ക് ഹൈഡ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തൊരു ജെനുവിൻ ലൈഫില്ലേ, അതിനെക്കുറിച്ചാണ് ഇതിൻ്റെ അർത്ഥം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. എന്തിനാണിതെന്ന് പൗലോസ് പറയുന്നത് ആ വാക്യത്തിൻ്റെ അടുത്ത ഭാഗമാണ്. നമ്മളിൽ കർത്താവ് ഇങ്ങനെയാണ്
കർത്താവിൻ്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കാൻ, അതേ പ്രതിമയായി രൂപാന്തരപ്പെടാൻ. ഇംഗ്ലീഷിൽ ദിസ് ചേഞ്ച് ഇൻ us, the change of unveiling, അത് what does it do in us? Brings more and more glory which comes from the Lord who is the Spirit. ദൈവമക്കളെ, ഞാനൊരു സത്യം പറയാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ നിലനിർത്തുന്ന, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിജയകരമായി മുന്നോട്ട് പോകാൻ നമ്മളെ പര്യാപ്തപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു ആസ്പെക്റ്റ് ദൈവമുമ്പാകെയുള്ള നമ്മുടെ പ്രാഗൽഭ്യമാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഒരാൾ എന്നോട് വന്ന് പറയുക, നിന്നെ നശിപ്പിക്കാൻ വേണ്ടി ഇന്നവരും 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 നിനക്കെതിരെ കൂടോത്രം ചെയ്തിരിക്കുന്നു, നിന്നെയും നിന്റെ തലമുറയും ഇല്ലാതാക്കാൻ വേണ്ടി ഇന്നിന്ന പുണ്യസ്ഥലങ്ങളിൽ നിനക്കെതിരെ നേർച്ചയിട്ടിരിക്കുന്നു. ഇത് കേട്ടാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണം? അഥവാ ഞാൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് കിടക്കുന്ന ഒരാളാണെങ്കിൽ, എൻ്റെ കൂടെ ദൈവമുണ്ടെന്ന ആത്മവിശ്വാസം എനിക്കില്ലെങ്കിൽ, ഞാൻ ആ വാക്കിൻ്റെ മുമ്പിൽ പതറിപ്പോകും. അങ്ങനെ പതറിപ്പോകുന്ന ഒരു പറ്റം ആളുകൾ നമ്മൾ കാണാറുമുണ്ട്. കുറച്ചാൾ മുമ്പ് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുക. ഇപ്പം ഞങ്ങളുടെ മണർകാട് അടുത്ത്, മണർകാട്ടുകാർ കോട്ടയംകാർ ഇവിടെ ഉണ്ടെങ്കിൽ അറിയാം, പല ഭാഗത്തുനിന്ന് വരുമ്പോൾ ഈ മണർകാട് എത്തുന്നതിന് മുമ്പ്, മണർകാട് പള്ളി എത്തുന്നതിന് മുമ്പ് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് കാവുംപടി എന്ന്. അപ്പോൾ അവിടെ ഒരു വലിയ കാവുണ്ട്, ഭയങ്കര രൂപങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പാണ്, ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഈ ബസ് ആ സ്റ്റോപ്പിൽ അങ്ങ് നിർത്തിയപ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്തിരുന്ന വിശ്വാസി പെട്ടെന്ന് സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എന്തിനാ സ്തോത്രം പറഞ്ഞു? അപ്പം എന്നോട് പറഞ്ഞു, അതൊന്നും ഇങ്ങോട്ട് കൂടാതിരിക്കാൻ വേണ്ടി. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഞാൻ ചിന്തിക്കുന്നതേ, വചനം എന്നെ പഠിപ്പിക്കുന്നതേ, ഇപ്പൊ സപ്പോസ് നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, അതിന് കണ്ടീഷനുണ്ട്, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ നേരെ ആ പ്രതിഷ്ഠ ഇരിക്കുന്ന സ്ഥലത്തോട്ട് മാർച്ച് ചെയ്ത് അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ, അവിടെ എന്തേലും കുടിയിരിപ്പുണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ അത് ഇറങ്ങി ഓടും. അതിന് നിങ്ങളെ പേടിയ. അങ്ങനെയാണ് വചനം നമ്മളെ. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് അറിയാമോ? പ്രാഗൽഭ്യം. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെ നമ്മളെ ഫേസ് ചെയ്ത് വർത്തമാനം പറയുന്നതിന് പകരം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞ് ഓടി ഒളിക്കുന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? There is something to cover. ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് വന്നാൽ, ജെനസിസ് ചാപ്റ്റർ 3 3-ാം അധ്യായം, ഉൽപ്പത്തി 3-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിനു മനുഷ്യൻ, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇതാ സെയിം സിറ്റുവേഷൻ ആണ്. തമ്പുരാൻ കർത്താവ് ഈ ആദി മാതാപിതാക്കളായി ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച് തോട്ടത്തിലാക്കിയത്, അതിൻ്റെ പുറകിൽ കർത്താവ് പറഞ്ഞ ചില ശ്രേഷ്ഠമായ കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങൾ ഈ തോട്ടത്തിലെ സകല നന്മയും അനുഭവിക്കുക, നിങ്ങൾ ഇതിനെ മുഴുവനും പോറ്റി പുലർത്തി പരിപാലിക്കുക. എന്നുവെച്ചാൽ അവർ ആസ്വദിക്കാൻ, അവർ സന്തോഷിക്കാനുള്ള സകലമാന പദവികൾ അവർക്ക് അങ്ങോട്ട് കൊടുത്തു. ഈ സകലത്തിന്മേലും നിങ്ങൾ ഭരിക്കുക, ഇതിനെയൊക്കെ അങ്ങ് വാഴുക. ഇതും പോരാഞ്ഞിട്ട് എല്ലാ ദിവസവും വെയിലാറുമ്പോൾ യഹോവയായ ദൈവം
തോട്ടത്തിൽ നേരിട്ട് ഇറങ്ങി വരിക. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ നടക്കുന്ന ശബ്ദം അവരെ കേൾപ്പിക്കും എല്ലാ ദിവസവും. ആൻഡ് ഇവർ രണ്ടുപേരും എന്താ ചെയ്യുന്നതെന്നറിയാമോ? കുറേ നാളുകൂടി പ്രവാസിയായ അപ്പൻ വർഷങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുന്നതും കാത്ത് ആ രണ്ട് കുഞ്ഞുങ്ങളും വഴിയിലേക്ക് കണ്ണും നട്ടിരുന്നിട്ട് അപ്പൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് ഓടിച്ചെന്ന് പപ്പാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നൊരു ചിത്രം ഓർത്തേ. യഹോവയായ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വരും, കാലൊച്ച കേൾപ്പിക്കും, ഇവർ രണ്ടും കൂടെ ഓടിച്ചെല്ലും. ഞാൻ ഇങ്ങനെ കൂടെ ഭാവന കാണും, അപ്പാന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഓടിച്ചെല്ലും. ഇവരൊരുമിച്ച് നടക്കും, അവർ സംസാരിക്കും, ഹൃദയം നിറയോളം ആ സാന്നിധ്യം അനുഭവിക്കും. ലെറ്റ് മീ ടെൽ യു ദിസ്, ലോകത്തിൽ ഈ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിന് തുല്യമായ സന്തോഷം വേറൊന്നുമില്ല. അത് അനുഭവിക്കുന്ന ദൈവമക്കളോട് ചോദിച്ചാൽ അറിയാം. ചിലപ്പോൾ കടഭാരം അങ്ങേ അറ്റത്തായിരിക്കും, ചിലപ്പോൾ മക്കളുടെ ഭാവിയെ ചൊല്ലി ഭയങ്കര ആശങ്ക കാണും, ചിലപ്പോൾ ഒറ്റപ്പെടലായിരിക്കും, ചിലപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് നമ്മളെ അങ്ങ് തിരസ്കരിച്ച് മാറ്റി നിർത്തിയിരിക്കുകയായിരിക്കും. വേദനപ്പെടുന്ന മനസ്സോടെ, വിമ്മിഷ്ടപ്പെടുന്ന മനസ്സോടെ വീട്ടിലോട്ട് വന്നിട്ട് ആ റൂം അങ്ങ് അടച്ചിട്ട് മുഴങ്കാലിൽ നിന്ന് അപ്പാ എന്ന് വിളിക്കുമ്പം അപ്പൻ അടുത്ത് വന്ന്, ഞാനില്ലേ നിൻ്റെ കൂടെ, എന്തിനാ നീ കരയുന്നേ, ഞാനില്ലേ എന്നും നിൻ്റെ സഹായകനായിട്ട്, ആരൊക്കെ കൈവിട്ടാലും ഞാൻ കൈവിടത്തില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്ന ശബ്ദം കേട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, അതിനേക്കാളും വലിയൊരു സന്തോഷം വിശദീകരിക്കാനില്ല. എല്ലാം ഭംഗിയായി, എല്ലാം സന്തോഷമായി പോകുന്ന ആ ദിവസത്തിൽ ഹവ്വയുടെ ഭാഗത്ത് ഒരു പാപം ഉണ്ടായി. അവള് ചെല്ലുന്നു, പിശാചുമായിട്ട് സംസാരിക്കുന്നു, പഴം പറിച്ച് തിന്നുന്നു, ഭർത്താവിന് കൊടുക്കുന്നു, അവനും തിന്നു, രണ്ടുപേരും കഴിച്ചു. ഉടൻ തന്നെ അവരുടെ ഭൗമികമായ കണ്ണ് തുറന്നു. അതുവരെ അവരെ മൂടിയിരുന്നത് ദൈവത്തിൻ്റെ തേജസ്സായിരുന്നു. പാപങ്ങളെ കാണാൻ പോലും കഴിയാതെ വണ്ണം തിക്കായിരുന്നു ഗ്ലോറി ഓഫ് ഗാഡ്. പക്ഷെ അത് മുഴുവനും ഇല്ലാതായി കഴിഞ്ഞൊരു നിമിഷമുണ്ട്. യു നോ ദ വെരി നെക്സ്റ്റ് മൊമെന്റ് എന്താണ് ഈ മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ നിന്ന് എത്ര ദൂരം പോകാമോ അത്രയും ദൂരം പോകണം, ദൈവത്തിൽ നിന്ന് എന്തോരം ഹൈഡ് ചെയ്യാമോ അത്രയും ഹൈഡ് ചെയ്യണം. നമ്മൾ മറ്റേ ഹൈഡ് ചെയ്താൽ എവിടം വരെ ഹൈഡ് ചെയ്യും അല്ലേ? ഇരുട്ടെന്നെ മൂടട്ടെ, ഇല്ല, രാത്രി ദൈവത്തിന് മറവല്ല. സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് ഞാൻ താമസിക്കാം, ഇല്ല, അവിടെയും നിന്റെ കൈ വരും. പാതാളത്തിൻ്റെ അറ്റത്ത് എന്ന് അവിടെയും വരും. എന്നാ കാര്യം എന്നറിയാവോ? സ്നേഹം. നമ്മൾ പിണങ്ങി മാറിയിരുന്നാലും അപ്പന് പിണങ്ങി മാറിയിരിക്കാൻ ഒക്കില്ല. ചോര കൊടുത്തു വീണ്ടെടുത്തതാ. അപ്പൊ അങ്ങനെ മാറിയിരിക്കാനും മറവ് തേടിയും വെയിലിൻ്റെ അകത്തിരിക്കാനും മുഖം മറയ്ക്കാനും ഓടി ഒളിക്കാനും എന്നെ വളരെ സ്പർശിച്ചൊരു ഒരു ചിത്രമാണ് അവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അന്നും നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ചിന്തിച്ചേ, ഈ ഹവ്വ ഈ പഴം പറിച്ചു തിന്നു, ആദമനും കൊടുത്തു തിന്നു. ഇവരിത് തിന്ന നിമിഷം കർത്താവ് ഇത് അറിഞ്ഞോ? ഡെഫിനറ്റ്ലി. ഹീസ് ആൻ ഓൾ നോവിങ് ഗാഡ്. അറിഞ്ഞു. അപ്പം പകുതി വായില്, പകുതി ഇറക്കി, പകുതി കയ്യിലൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന ആ സെക്കൻഡിൽ വേണമെങ്കിൽ അവരുടെ മുമ്പിൽ ഇറങ്ങി വന്ന് ചോദിക്കുക, എന്നെ കാണിക്കുന്നത് ചോദിക്കാമായിരുന്നു. ഹി ഡിഡ്ന്റ് ഡു ദാറ്റ്. 2, ഇവര് യഹോവയായ ദൈവം ഇവര് നിൽക്കുന്ന സ്ഥലത്ത് നേരെ അവരുടെ മുമ്പിൽ ഇറങ്ങി വരുന്നതിന് പകരം സർവസാധാരണമായി ചെയ്യുന്നത് പോലെ നടക്കുന്ന ഒച്ച കേൾപ്പിച്ചു. സി,
അങ്ങനെയല്ലായിരുന്നു വേണ്ടിയത്. അവരിവിടെ വലിയ പാപമൊക്കെ ചെയ്ത് ഇങ്ങനെ ജയാളികളായിട്ട് ഞങ്ങൾ മിടുക്കന്മാരാണെന്ന് പറഞ്ഞ് അതിൻ്റെ മുമ്പിൽ വന്നേച്ച് നിങ്ങൾ പാപം ചെയ്ത് ഇങ്ങനെ ചോദിക്കാൻ മേലായിരുന്നോ? ചെയ്തില്ല. രണ്ടാമത് കർത്താവ് ചെയ്യുന്നത്, നടക്കുന്ന ഒച്ച കേൾപ്പിച്ചു ചാൻസാണ്. എന്തിനാണെന്നറിയോ? മടങ്ങി വരുമെന്ന് വിചാരിച്ചിട്ടാ. വെയിലാറുന്നത് വരെ സത്യത്തിൽ കാത്തിരിക്കുകയായിരുന്നു. കാരണം ഈ ടൈം കൊടുക്കുക. വെയിലാറുന്ന സമയമാകുമ്പോഴേക്ക് ഇവരുടെ അകത്തൊരു ഫീലിംഗ് ഓഫ് മിസ്സിങ് ദാറ്റ് ഗ്ലോറി, ഫീലിംഗ് ഓഫ് മിസ്സിങ് ദാറ്റ് പ്രസൻസ് ഇങ്ങനെ മനസ്സിനകത്ത് തോന്നിയിട്ട് വെയിലാറുന്ന സമയമാകുമ്പോഴേക്കും വിമ്മിഷ്ടപ്പെട്ട് തോട്ടത്തിൽ കർത്താവ് നടക്കുന്ന ഒച്ച കേൾക്കുമ്പോഴേക്കും ഓടിച്ചെന്ന കാൽപാദത്തിലേക്ക് വീഴുമെന്ന് വിചാരിച്ച് ഒരവസരം കൂടെ കൊടുത്തായിരിക്കും. അവരത് മൈൻഡ് ചെയ്തില്ല. തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടത് രണ്ടും കൂടെ ഓടിച്ചെന്ന് ഒളിച്ച്. ഇനിയും നിങ്ങൾ വിചാരിച്ചേ, ഈ ഒളിച്ചിരിക്കുന്ന ബുഷ് ഏതാണ്, എവിടെയാണ് ഒളിച്ച്? ഹി ന്യൂ ഇറ്റ്. നമ്മൾ ആരോടാണ് ഈ ഒളിച്ചു കളി കളിക്കുന്നത് അല്ലേ? ഹി ന്യൂ ഇറ്റ്. അവർ ഈ ഒളിച്ചിരിക്കുന്നതിന്റെ പുറകിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് തോണ്ടി വിളിച്ച് എന്നെ ഒളിച്ചിരിക്കുന്നേ എന്നല്ലേ ചോദിക്കേണ്ടത്. ഹി ഡിഡ്ന്റ് ഡു ദാറ്റ്. എന്നിട്ട് കേൾക്കണോ, ആദാമേ നീ എവിടെ? പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നമ്മളെ വിളിക്കുന്ന ഒരു സ്വർഗം ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് അല്പമെങ്കിലും ദൂരത്തേക്ക് മാറുമ്പോൾ ആ ദൈവശബ്ദം കേട്ടുകൊണ്ടിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിൽ നിന്ന്, ആദ്യ സ്നേഹത്തിൽ നിന്ന്, ആ കർത്താവുമായി ഒരുമിച്ച് യാത്ര ചെയ്ത ഇങ്ങോട്ട് പറയുന്നതും അങ്ങോട്ട് പറയുന്നതും പരിഭവങ്ങൾ പറയുന്നതും ആശ്വസിപ്പിക്കുന്നതും ഒരപ്പനെ പോലെ, ഒരു ഫ്രണ്ടിനെ പോലെ കരുതുന്ന, സ്നേഹിക്കുന്ന ആ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നിന്ന് എത്രത്തോളം നമ്മൾ ദൂരം മാറിപ്പോകുമ്പോഴും നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സ്വർഗം. നമ്മൾ ദൈവമുൻപാകെ ഹൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. ഹോശേയ പ്രവാചകൻ പറയുന്ന ആ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓർക്കുന്നോ? ഞാൻ മിസ്രയീമിൽ നിന്ന് എൻ്റെ മകനെ വിളിച്ചു, ഞാൻ അവൻ്റെ തോളിൽ നിന്ന് നുകം ഒടിച്ചു കളഞ്ഞു, അവൻ്റെ കൈകളിൽ ചങ്ങലയുണ്ടായിരുന്നു, ഞാൻ ആ ചങ്ങല പൊട്ടിച്ചു കളഞ്ഞു. എൻ്റെ മകനെ ഞാൻ വിളിക്കും തോറും അവൻ എന്നിൽ നിന്ന് ദൂരേക്ക് 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 പോയി. എത്ര ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വിളിയാണെന്ന് ആലോചിച്ച് നോക്കി. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മേന്മ ഞാൻ ഈ പറഞ്ഞ പ്രാഗൽഭ്യമാണെന്ന് മറക്കരുത്. വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഓരോ വ്യക്തികളും, വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള ചരിത്രങ്ങളും ഇതൊന്നും മിത്തല്ല, മിത്തോളജി അല്ല. ഇവർ ഓരോരുത്തരും ജീവിച്ചതും ഇവരോരോരുത്തരും ദൈവത്തെ അറിഞ്ഞതും ഇവരിൽ ഓരോരുത്തരും പരാജയപ്പെട്ടത് ഉൾപ്പെടെ എഴുതി വച്ചേക്കുന്നേ. ഒരു ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുക, അപ്പം അല്പം സുവിശേഷം പറഞ്ഞങ്ങ് തുടങ്ങിയപ്പോഴേക്കും പുള്ളി എന്നോട് അങ്ങ് ആക്രോശം തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് ശാന്തമായിരിക്കുമെന്ന് ഞാൻ ബാക്കി പറയാം. പുള്ളി സമ്മതിക്കത്തില്ല. നിങ്ങളുടെ ബൈബിളിൽ എന്നാ എഴുതിയിരിക്കുന്നത്? എന്താ നോഹ പുള്ളി കുടിച്ചിട്ട് നഗ്നനായി കിടന്നില്ലേ? ഇങ്ങനെയൊക്കെ അല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? എന്തോ സ്ക്രിപ്റ്ററാ അത്. ഇദ്ദേഹം എനിക്കൊരു അവസരം തരുമായിരുന്നെങ്കിൽ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഓരോ വ്യക്തികളും ലെജൻസ് അല്ല, അവരോരോരുത്തരും സാധാരണപ്പെട്ട മനുഷ്യരാണ്. ദ ഡിഫറൻസ് ഈസ്, അവർ ദൈവശബ്ദം കേട്ടു, അവർ കർത്താവിനെ അറിഞ്ഞു, അവർക്ക് വീഴ്ചകളുണ്ടായി,
അവരത് പരിഹരിച്ചു, അവർ മടങ്ങി വന്നു, ദൈവം അവരെ പുനഃസ്ഥാപിച്ചു. ഇതൊക്കെ എന്തിനു എഴുതി വെച്ചിരിക്കുന്നു ചോദിച്ചാൽ നമുക്കും ഇതൊക്കെ സാധ്യമാണെന്നറിയാൻ വേണ്ടിയാ. നമ്മൾ പരാജയപ്പെടുമ്പോൾ, നമ്മൾ ദൈവവും ഭാഗ്യം ഇങ്ങനെ മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ ഓടി ഒളിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. പിശാച് പറയും, ഓ ഇനിയിപ്പോൾ നിനക്കൊന്നും ഒരു പുനഃസ്ഥാപനം ചിന്തിക്കണ്ട കേട്ടോ, ആ പാപവും ഒക്കെ ദൈവം ക്ഷമിക്കും. പക്ഷെ ഇത്, ഞാൻ ഈ കൗൺസിലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് പലരും അങ്ങനെയുള്ളവരാണല്ലോ നമ്മുടെ അടുത്ത് വരിക, കുറ്റബോധത്തിൻ്റെ അങ്ങേ അറ്റം വരെ. ബാംഗ്ലൂരിൽ നിന്ന് ഒരു ദിവസം ഒരു പെൺകുട്ടി അവൾ ആത്മഹത്യാ പ്രവണത കാണിക്കുന്നുണ്ട്. കൂട്ടുകാരെല്ലാം കൂടെ നിർബന്ധിച്ച് അറ്റ്ലീസ്റ്റ് ഫോണിലൂടെയെങ്കിലും ഒരു കൗൺസിലറോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചു. അവൾ പറഞ്ഞത് ഹൗ നൈസ് ഹർ ലൈഫ് ഹസ് ബീൻ ഇൻ ദ പാസ്റ്റ്. സൺഡേ സ്കൂളിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് പോയ കൊച്ച്, താലന്ത് പരിശോധനയ്ക്ക് എല്ലാ അവാർഡുകളും വാങ്ങിച്ചു കൂട്ടിയ കൊച്ച്, അങ്ങനെ ഒരു നഗരത്തിലേക്ക് ചെന്ന് തെറ്റായ കൂട്ടുകെട്ടിപ്പെട്ട് അവളുടെ ജീവിതം താളം തെറ്റി അവസാനം എന്നോട് വിശദീകരിച്ച കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ രൂക്ഷമായ പാപങ്ങൾ. അപ്പം ഇതെല്ലാം കൂടെ പറഞ്ഞ് കരഞ്ഞേങ്ങലടിച്ച് ഒടുവിൽ ഈ കൊച്ചു ചോദിച്ചൊരു ചോദ്യമാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. പാസ്റ്റങ്ങളെ, ഈ പാപമൊക്കെ കർത്താവ് ക്ഷമിക്കൂ? ആ റേഞ്ചൊക്കെ ഞാൻ വിട്ടുപോയില്ലേ, ഇനി എനിക്കൊക്കെ ഒരു പുനഃസ്ഥാപനം സാധിക്കുമോ? കർത്താവിൻ്റെ വചനം പറയുന്ന വാക്യങ്ങൾ എന്താ? ഒന്ന്, ഏറ്റവും ടോപ്പ് എക്സാമ്പിളാണ്, നിന്റെ പാപം രക്താംബരം പോലെ കടും ചുവപ്പായാൽ. അതിനേക്കാളും വലിയൊരു ഉദാഹരണം പറയാനില്ല. രക്താംബരം പോലെ കടും ചുവപ്പായാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കും. വേറൊരു വാക്യം, പാപങ്ങളെ ദൈവം മായ്ച്ചു കളയുമെന്ന്. വേറൊരു വാക്യം, നിന്റെ പാപങ്ങളെ അവൻ സമുദ്രത്തിൽ എറിഞ്ഞു കളയുമെന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, കർത്താവിൻ്റെ സന്നിധി ചെന്ന്, അപ്പാ എനിക്ക് മറയില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം വേണം, എനിക്ക് അന്നൊക്കെ ഞാൻ കർത്താവിനെ രുചിച്ചറിഞ്ഞൊരളവുണ്ട്, കർത്താവ് എൻ്റെ കൂടെ നടക്കുന്നത് ഞാൻ ടേസ്റ്റ് ചെയ്ത നാളുകളുണ്ട്, എൻ്റെ പ്രാർത്ഥനകളൊക്കെ വെറും ജൽപ്പനങ്ങളല്ലാതെ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കിയാൽ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്ന നാളുകളുടെ പശ്ചാത്തലം എനിക്കുണ്ട്. ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ സംഭാഷണം തീരുമ്പോൾ ഞാൻ പറയുന്ന ആളുകളിൽ ആത്മീക ഉണർവുണ്ടായിക്കൊണ്ടിരുന്ന നാളുകളുണ്ട്. അവിടുന്നൊക്കെ എത്രയോ ദൂരം നഷ്ടപ്പെട്ട് അവസാനം ഇപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ കാണപ്പെടാൻ പോലും പറ്റാത്ത മൂടുപടത്തിൻ്റെ അകത്തേക്ക് ഒതുങ്ങിപ്പോയ ക്രിസ്തീയ ജീവിതം. അപ്പാ എനിക്കിത് വേണ്ട, എനിക്ക് പുറത്തു വരണം. നൂറാടുകളുണ്ട്, അതിനകത്ത് ഒരാടാണ് നഷ്ടപ്പെട്ടത്. പക്ഷെ ഇടയൻ ചെയ്തത് 99 വിട്ടിട്ട്, ഇല്ലേ, ഒരെണ്ണത്തിൻ്റെ പുറകെ. അപ്പോൾ ഈ പോക്കെന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പം എസ്കേൽ പ്രവചനത്തിലൊക്കെ ഉണ്ട്, ഈ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ നഷ്ടപ്പെട്ടു പോയ ആടെന്നൊക്കെ പറയുന്ന പ്രയോഗമുണ്ട്. അതായത് ഈ ലോകത്തിലുള്ള ഏത് മൃഗങ്ങളെക്കാളും ഏറ്റവും ബലഹീനപ്പെട്ട ഒരു മൃഗമാണ് ഈ ആട്. ഈ ചെമ്മരിയാട് പ്രത്യേകിച്ച്. ചെമ്മരിയാടിൻ്റെ രോമമൊക്കെ ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഇതൊരു ഫുട്ബോൾ മൂവ് ചെയ്യുന്ന പോലെ ഇരിക്കും ഇത് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഈ മലഞ്ചെരുവിലൂടെ പോകുമ്പോൾ ഇത് കാല് തെറ്റി താഴെ വീണാൽ ഇതിന് തന്നെ ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല, കാല് നിലത്ത് തൊടണ്ടേ, അത്രയും ബലഹീനമാണിത്. ഏത് ചെറിയ ജീവിക്ക്, കുഴിമുയലിന് പോലും കുഴിയിലേക്ക് ഓടിച്ചെന്ന് രക്ഷപ്പെടാൻ പറ്റും. വന്യമൃഗം ആക്രമിക്കാൻ വന്നാൽ ഇതിന് ഓടി രക്ഷപ്പെടാനുള്ള കഴിവ് പോലും ഇല്ല. എന്ന് വെച്ചാൽ ഒരു ഇടയൻ ഇല്ലെങ്കിൽ ഇറ്റ്സ് ഗോൺ. ഒരിക്കലൊരു കുഞ്ഞുങ്ങൾക്കും കൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. ഒരിക്കലൊരു ഇടയൻ തൻ്റെ ആടുകളെയും കൊണ്ട് ഇങ്ങനെ ഒരു അരുവിയിലേക്ക് പോവുക. അപ്പോൾ ഈ അരുവിയിൽ ഇങ്ങനെ ആടുകളിങ്ങനെ ചെല്ലുന്നു, അപ്പം വെള്ളം കുടിക്കാൻ ചെല്ലുന്നു. അപ്പോൾ അതിലെ ഒരു കുഞ്ഞാടിങ്ങനെ വെള്ളം കുടിക്കാൻ ആ സൈഡ് വഴി ഇങ്ങനെ അങ്ങ് ചെന്നപ്പോൾ അപ്പുറത്തെ ഒരു ബുഷിൻ്റെ ഇടയ്ക്ക് നിന്നൊരു അനക്കം. അപ്പോൾ ഇത് പേടിച്ചു പോയി. അപ്പോൾ ഇതിങ്ങനെ നോക്കിയപ്പോൾ ആ ബുഷിൻ്റെ അകത്തുനിന്ന് 2 കണ്ണുകൾ കാണാം.
അപ്പം ഇതാരാ, ഇതെന്താ? ഇച്ചിരിയും കൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ ക്യൂരിയോസിറ്റി വർദ്ധിച്ചു. അത് വീണ്ടും അടുത്തേക്ക് ചെന്നപ്പോഴേക്കും ആ ബുഷ് ഉൾപ്പെടെ ഇങ്ങനെ വിറയ്ക്കുന്നു. ഇച്ചിരിയും കൂടെ അടുത്ത് ചെന്നപ്പോൾ കാണുന്നത് മറ്റൊരു കുഞ്ഞാട് ആ ബുഷിൻ്റെ അകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുക. അപ്പോൾ ഇത് ചെന്നേച്ച് ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. അപ്പോഴേക്കും അത് പേടിച്ച് വിറച്ച് ആ ബുഷിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നിന്ന് വിറയ്ക്കുക. അപ്പോൾ ഈ കുഞ്ഞാട് പറഞ്ഞു, നീ എന്തിനാ വിറയ്ക്കുന്നത്? എന്താ ഇത്? നീ എന്തിനാ ഇവിടെ ഒളിച്ചിരിക്കുന്നത്? അപ്പോൾ ഈ കുഞ്ഞാട് പറഞ്ഞു, ഞാൻ പറയാം, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ പേടിച്ചിരിക്കുകയാണ്, നീ എന്നെ ഒന്നും ചെയ്യരുത്. അപ്പോൾ ഈ കുഞ്ഞാട്, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വന്നൊന്നുമല്ല, നിന്നെപ്പോലുള്ളൊരു കുഞ്ഞാട് തന്നെ ഞാനെന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ടായി കഴിഞ്ഞപ്പം അത് ഇതിനോട് ചോദിക്കുക, അയ്യോ നിന്റെ ദേഹം നോക്കിയേ എത്ര ക്ലീൻ ആയിരിക്കുന്നു, അയ്യോ നിന്റെ മുഖത്തേക്ക് നോക്കിയേ എന്നാ കോൺഫിഡൻസാ, നിന്നെ കണ്ടാൽ എത്ര നന്നായിരിക്കുന്നു, ഇതെന്താ ഇങ്ങനെ? എന്നെ നോക്കിക്കേ, അഴുക്ക് വരേണ്ട ശരീരം, എൻ്റെ മുഖത്ത് നോക്കിക്കേ വല്ലാത്ത ഭീതി, എന്താണ് ഇങ്ങനെ? എനിക്കെന്താ ഇത് സാധിക്കാത്ത? ഇതിൻ്റെ രഹസ്യം എന്താന്ന് ചോദിച്ചപ്പം ഈ കുഞ്ഞാടിൻ്റെ മറുപടി കേൾക്കണോ? എൻ്റെ ദേഹം ഇങ്ങനെ ക്ലീനായിരിക്കുകയും എൻ്റെ മുഖത്ത് നല്ല ആത്മവിശ്വാസം തുളുമ്പി നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ പുറകിൽ ഒരു റീസൺ ഉണ്ട്. എന്താ റീസൺ എന്ന് കേൾക്കണോ? എനിക്ക് ഒരു ഇടയനുണ്ട്. Glory to God. That's the difference. എനിക്കൊരു ഇടയനുണ്ട് എന്നെ ശുദ്ധീകരിക്കാൻ, എനിക്ക് ആത്മവിശ്വാസം പകരാൻ, എൻ്റെ കൂടെ നടക്കാൻ എനിക്കൊരു ഇടയനുണ്ട്. ആ ബന്ധമാണ് കാര്യം. The moment you get disconnected, ഈ ബന്ധത്തിൽ നിന്ന് മാറിയാൽ, ആ വെളിച്ചത്തിൽ നിന്ന് മാറിയാൽ, ഇരുട്ടിനെ നമ്മൾ ക്ഷണിച്ചു വരുത്തൊന്നും വേണ്ട, ലൈറ്റ് അണച്ചാൽ മതി, ഇരുട്ട് തന്നെ വന്നോളും. ബന്ധത്തിൽ നിന്നും ഒന്നും മാറി നിന്നാൽ, അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവോടെ വന്നിട്ട് ആദാമേ നീ എവിടെ എന്നൊക്കെ ചോദിച്ചു വന്നേച്ച് ഇനി അടുത്ത സ്റ്റെപ്പ് കേൾക്കണോ? നീ ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച ഈ വൃക്ഷഫലം തിന്നുകയോ മറ്റോ ചെയ്തോ? ഏതാ as if he doesn't know anything. അങ്ങനെ അങ്ങ് ആക്ട് ചെയ്തെന്ന്. എന്തിനാണെന്നറിയാവോ? എന്നാലെങ്കിലും അപ്പാ ഐ ഹവ് ഡൺ ഇറ്റ്. ഹേ, ഈ സ്ത്രീ തന്നു. ഓക്കെ, അപ്പൊ സ്ത്രീയോട് ചോദിച്ചോ, പറഞ്ഞു പാമ്പ്. റെസ്പോൺസിബിലിറ്റി എടുക്കത്തില്ല. ഇതുപോലെ ദൈവസന്നിധിയിൽ ഹൈഡ് ചെയ്ത വേറൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ദാവീദ്. പാപമൊക്കെ ചെയ്ത് മിടുക്കനായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നാഥാൻ പ്രവാചകൻ വന്ന് പുള്ളിയെ എക്സ്പോസ് ചെയ്യുന്നത്. എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാഥാൻ പ്രവാചകൻ ഇങ്ങോട്ട് വന്നേച്ചൊരു സ്റ്റോറിയാണ് പറയുന്നത്. സ്റ്റോറി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ആടുകളുള്ള ധനാഢ്യനായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അയൽപക്കത്ത് ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യനൊരു കുഞ്ഞാടുണ്ട്. ഈ കുഞ്ഞാടിനെ സ്വന്തം കൊച്ചിനെ പോലെ സ്നേഹിച്ച് കരുതി ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ ഈ ഗസ്റ്റ് ഈ ധനാഢ്യൻ്റെ വീട്ടിൽ വന്നപ്പം അവിടെ ഇഷ്ടം പോലെ ആടുകളുള്ളതിൽ ഒരെണ്ണത്തിന് പിടിച്ച് പാചകം ചെയ്ത് ഗസ്റ്റിന് കൊടുക്കുന്നതിന് പകരം ആ പാവം പിടിച്ച അയൽവാസി പൊന്നുപോലെ നോക്കുന്ന ആ കുഞ്ഞാടിനെ ഇവൻ അതിക്രമിച്ച് പിടിച്ചിട്ട് അതിനെ കൊന്ന് ഗസ്റ്റിന് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴേക്കും ആ സിംഹാസനത്തിലിരിക്കുന്ന ദാവീദ് അങ്ങോട്ട്, ആരെവിടെ, ആരാണതങ്ങനെ ചെയ്തത്, അവനെ ഞാനിപ്പോ ഒന്നും പറഞ്ഞ് ചാടി എഴുന്നേറ്റപ്പോഴാണ് നാഥാൻ പ്രവാചകൻ പറയുന്നത്, ആ മനുഷ്യൻ നീ തന്നെ. എന്തൊരു ആറ്റിറ്റ്യൂഡാണെന്നറിയാമോ? അതായത് ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞിങ്ങനെ ഈ ചൂണ്ടക്കുളത്തിടുന്നത് പോലെ ഇട്ട് പുള്ളി അതിൽ കയറി കൊത്തി ഒരൊറ്റ വലി, പിന്നെ രക്ഷയില്ല. അതിനെ കോർണർ ചെയ്ത് കൊണ്ടുപോയിട്ട് പുള്ളി അങ്ങോട്ട് എക്സ്പോസ് ചെയ്യുക. അല്ലാതെ യജമാനനെ എനിക്കൊരു കാര്യം ഉണർത്തിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല ഈ പ്രവാചകൻ വരുന്നത്. ദ മാർക്ക് ഓഫ് ദ പ്രോഫറ്റ്, ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും ദ മാർക്ക് ഓഫ് ദ പ്രോഫറ്റ് എന്ന് പറയുന്നത് പാപത്തിനെതിരെയുള്ള അവരുടെ നിലപാടുകളായിരുന്നു. ആരെയും പേടിക്കാതെ
ദൈവം തരുന്ന വചനത്തെ ശക്തമായിട്ട് വിളിച്ചു പറയാൻ അവരും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ നിലപാടുകളായിരുന്നു അവരെ വ്യത്യസ്തരാക്കിയത്. അതുകൊണ്ടാണ് ഏലിയാവ് കൊട്ടാരത്തിനകത്തേക്ക് കയറി ചെന്നേച്ച്, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന് പറയാനുള്ള പ്രാഗൽഭ്യം ഏലിയാവിന് കിട്ടിയത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ അൺവെയിലിംഗ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണെന്നറിയാമോ? ഒരു തിരിച്ചറിവിൽ നിന്നാണ്. ചിലപ്പോഴൊക്കെ ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മളിങ്ങനെ മാസ്കും വെച്ച് ഇങ്ങനെ നടക്കുന്നത്. ഇല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ കർത്താവിൻ്റെ മുമ്പാകെ ജെനുവിനായിരിക്കാൻ കഴിയാതെ പോകുന്നത്. വി നെവർ നോ. ഈ പാപത്തിനൊരു പ്രശ്നമുണ്ട്. പാപത്തിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്ന് ഭാവന കണ്ട് നോക്കിയേ. നമ്മൾ ഈ നാട്ടിലൊക്കെ പോകുമ്പം നമ്മുടെ പറമ്പ് മുഴുവനും കാട് പിടിച്ച് കിടക്കുന്നു. അപ്പം നമുക്കൊരു ഭാരം, അപ്പം വിളിച്ചിട്ടൊന്നും ആളെ ഒന്നും കിട്ടത്തില്ല പെട്ടെന്ന്. അപ്പം നമ്മൾ ഈ തൂമ്പ എടുത്തിട്ട് പറമ്പിലോട്ട് ഇറങ്ങി അങ്ങോട്ട് കിളയ്ക്കാൻ തുടങ്ങിയെന്നങ്ങ് വിചാരിച്ചോ. പേന പിടിച്ച് ശീലിച്ച കൈകൊണ്ട് തൂമ്പ പിടിച്ച് കിളച്ചാൽ ഒരു 5 മിനിറ്റ് കിളച്ച് കഴിയുമ്പോഴേക്കും ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബലൂൺ പോലെ പൊങ്ങി വരും. നല്ല വേദനയായിരിക്കും, ചോറൊന്നും വാരി കഴിക്കാൻ പറ്റില്ല, നല്ല പെയിനായിരിക്കും. അപ്പോൾ അത് ഒരാഴ്ച കഴിയുമ്പോൾ അതങ്ങ് തന്നെ പോവും. പിന്നെയും തൂമ്പ എടുത്ത് വെട്ടിക്കഴിയുമ്പോൾ പിന്നെയും വരും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോവും. പിന്നെയും 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 ഡസൻസ് ഓഫ് ടൈംസ് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? പിന്നെ തൂമ്പ പിടിച്ച് എന്തോരം കിളച്ചാലും എന്നോടാണോ എന്ന് ചോദിക്കും. ഇതുപോലെ നമ്മുടെ കൈ അങ്ങനെ ആകുമെങ്കിൽ നമ്മുടെ മനസ്സും അങ്ങനെയൊക്കെ ആകും. അതായത് ആദ്യം ഒരു പാപം ചെയ്തപ്പോൾ മനസ്സാക്ഷിയുടെ വിളി ഭയങ്കര ഇടിവെട്ടുന്ന പോലത്തെ വിളിയായിരുന്നു. ആദ്യമായിട്ട് ആ പാപം ചിന്തിച്ചപ്പോൾ, ആദ്യമായിട്ട് ആ ടെക്സ്റ്റ് ചെയ്തപ്പോൾ, ആദ്യമായിട്ട് ആ അരുതാത്തത് കണ്ടപ്പോൾ, ആദ്യമായിട്ട് ദേഷ്യം കൈവിട്ടു പോയിട്ട് വായി തോന്നിയെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ, ആദ്യമായ പാപം ചെയ്തപ്പോൾ മനസാക്ഷിയുടെ വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടിവെട്ടുന്ന ശബ്ദമായിരുന്നു. അരുതേ എന്ന് പറഞ്ഞുള്ള വിളിയായിരുന്നു. ഞെട്ടിപ്പോകുന്ന, കിട്ടിങ്ങിപ്പോകുന്ന വിളിയായിരുന്നു. അരുതേ എന്നുള്ള വിളിയായിരുന്നു. പക്ഷെ ഇതേ പാവം ഒന്നും കൂടെ ചെയ്തു. അപ്പോഴുണ്ട് അരുതേ എന്നുള്ള ശബ്ദമുണ്ട്. ഇത് പിന്നെ 25 തവണ, 50 തവണ, 100 തവണ ചെയ്തു. വിളിയുണ്ട്, പക്ഷെ നമ്മൾ ഇമ്മ്യൂണൈസ്ഡ് ആയി. നമ്മുടെ അതാണ് മനസാക്ഷി മരവിച്ചുപോയി എന്ന് പറയാം. ഇല്ലെങ്കിൽ വേറൊരു പ്രയോഗം വചനത്തിലുള്ളത് പാപങ്ങളിൽ മരിച്ച അവസ്ഥ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇപ്പോഴത്തെ വിഷയം എന്നാന്ന് വെച്ചാൽ അരുതേ എന്ന ശബ്ദമുണ്ടെങ്കിലും കേൾക്കാൻ പോലും ഇല്ല. അതുപോലെ കട്ടിയായിപ്പോയി മനസ്സ്. ആരെങ്കിലും പാപത്തിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തി പാപത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തത് ഒന്ന്, ഓ ഇതൊക്കെ ഇപ്പം എത്ര വലിയ പാപമാണ്, അവിടുന്ന്. 2, ഓ ഇതൊക്കെ ചെയ്യാത്ത ആൾക്കാരുണ്ടോ എന്ന്, അവിടുന്ന്. 3, ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായാലും പിന്മാറ്റത്തിലൊന്നും അല്ല കേട്ടോ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാൻ പറ്റും. അങ്ങനെയാ ഈ പാപത്തിൽ വീണു പോകുന്നു. ഞാൻ പാലക്കാടാണ് ജനിച്ചു വളർന്നത്. പാലക്കാട്ടുകാരെങ്കിലും ഇവിടെ ഉണ്ടോ? പാലക്കാട് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ചർച്ചിലൊക്കെ അന്നൊക്കെ പോയിക്കൊണ്ടിരുന്നത് വണ്ടിയിലും കാറിലൊന്നുമില്ല, നടന്നാണ് പോകുന്നത്. വീടുകളൊന്നും ദൂരത്തൊന്നുമല്ല. അപ്പോൾ പാലക്കാടായതുകൊണ്ട് ഈ കണ്ടം, പാടങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പോൾ ഈ രാത്രി നമ്മൾ പാടവരമ്പത്തോടൊക്കെ പോകുമ്പം തവളയുടെ കരച്ചിൽ കേൾക്കാം. അപ്പോൾ ചില നിലാവുള്ള രാത്രികളിലൊക്കെ
ഈ പാമ്പിറങ്ങും തവളെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഈ വരമ്പത്തിരിക്കുന്ന തവളയെ പുറകെ കൂടെ വന്ന് പാമ്പ് ഒരൊറ്റ പിടിയും കൊണ്ട് പിടിക്കും. അപ്പോൾ ഈ തവളയുടെ കരച്ചിലിനൊരു ശബ്ദമുണ്ട്. മിക്കവാറും അതിങ്ങനെ തോന്നും, ഞാൻ പോവും, ഞാൻ പോവും. അപ്പോൾ ഈ പാമ്പ് ഇതിന് ഇച്ചിരി കൂടെ വിഴുങ്ങും. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് പിന്നെയും മാറും, വിട്ടാ പോവും, വിട്ടാ പോവും. അപ്പോൾ ഈ പാമ്പ് ഇതിന് ഇച്ചിരിയും കൂടെ വിഴുങ്ങും. അപ്പോൾ വിട്ടാലും പതുക്കെ പതുക്കെയാണ്. ഈ ഒരു വ്യക്തിയെ പാമ്പ് കടിക്കുക എന്ന് പറയുമ്പോൾ, പാമ്പ് ഒരു വ്യക്തിയെ കടിക്കുക എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വിഷമൊന്നും ഇഞ്ചക്ട് ചെയ്യത്തില്ല. ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ ലിറ്റർ കണക്കിന് കുടിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും കാണത്തില്ലായിരിക്കാം. പക്ഷെ വിഷം ഒരു തുള്ളി മതി. അത് പാമ്പ് കടിക്കുമ്പോൾ ചെറിയ ഒരു ഇച്ചിരി അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്തു, അത് നേരെ അങ്ങ് കയറി, അത് വെയിനിലോട്ട് കയറി, അത് പ്രവർത്തനം ചെയ്ത് ഹാർട്ടിൽ ചെന്ന് അവിടെല്ലാം രക്തം മുഴുവനും ഹാർഡാക്കി കളഞ്ഞ് അതിൻ്റെ പമ്പിങ് നിലച്ച് ആൾ കുഴഞ്ഞ് താഴെ വീഴും. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. പാപം ഒരല്പമെങ്കിലും നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ അധികം താമസിയാതെ നമുക്ക് മറയ്ക്കാൻ ഒത്തിരി കാര്യങ്ങൾ കാണും. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗേഹസി, ഏലിയാവ് കഴിഞ്ഞ് എലീശ, ഏലീശ കഴിഞ്ഞ് ആ ബാറ്റൺ കൈമാറപ്പെടുന്നത് ഗേഹസിക്കാണ്. ആ മനുഷ്യൻ പ്രവാചകന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നൊരു നിപ്പുണ്ട്, ഓർമ്മയുണ്ടോ? പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞാൽ നിപ്പ് കണ്ടു കഴിഞ്ഞാണല്ലോ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ദൈവാത്മാവിൻ്റെ അടുക്കൽ ചെന്നാൽ ആദ്യം ദൈവാത്മാവ് കാണുന്നത് പാപമായിരിക്കും. പ്രവാചകന്റെ ഒന്നാമത്തെ ചോദ്യം, നീ എവിടെ പോയതാ? ഞാനെങ്ങും പോയില്ല, ഇവിടെയൊക്കെ തന്നെ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ആ മനുഷ്യൻ രഥത്തിൽ നിന്നിറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ആത്മാവ്, ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നീ മറന്നുപോയി. ഇനി അടുത്തതാണ് ഇച്ചിരിയും കൂടെ ഡിസേണിങ്, വിവേചനം. ആടുമാടുകൾ, ദാസീദാസന്മാർ, ഒലിവ് തോട്ടം, മുന്തിരിത്തോട്ടം, ഇതെല്ലാം സമ്പാദിച്ചു കൂട്ടാനുള്ള സമയം ഇതാണോ? അപ്പം എന്ന് വെച്ചാൽ ഈ പ്രവൃത്തി മാത്രമല്ല, ഈ പ്രവൃത്തിയുടെ പുറകിലുണ്ടായിരുന്ന ഡിസയറിനെ കൂടെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കൂട്ടത്തിൽ നിനക്ക് ഒരു കാര്യം കൂടെ സൗജന്യമായിട്ട് തരുന്നു, പുള്ളിയുടെ കുഷ്ഠരോഗം. ഈ കുഷ്ഠരോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ സെൻസേഷൻ നഷ്ടപ്പെടുക. അതല്ലേ കുഷ്ഠരോഗം? അതായത് കുഷ്ഠരോഗം ബാധിച്ച ഒരു വ്യക്തി തുണി തേച്ചുകൊണ്ടിരിക്കുമ്പം തൻ്റെ കൈവിരൽ ആ തുണി തേക്കുന്ന അയൺ ബോക്സിൻ്റെ ചൂടുള്ള ഭാഗത്ത് കൊണ്ടാലും ചൂട് അനുഭവിക്കാൻ പറ്റുന്നില്ല. ആ സെൻസേഷൻ, സെൻസിറ്റിവിറ്റി അത് പോയി. അപ്പം ഈ വിരൽ പഴുത്ത് അത് അറ്റം കയ്യിൽ നിന്ന് വേറിട്ട് ചാടിപ്പോയാൽ പോലും അറിയത്തില്ല. അതായത് പാപമെന്നും അഴുക്കെന്നും തെറ്റെന്നും പറയുന്നതിനെ തെറ്റെന്ന് വിളിക്കാനും പാപമെന്ന് വിളിക്കാനും പോലും തോന്നുന്നില്ലാത്തൊരവസ്ഥ. അതാണ് അതിൻ്റെ ഒരു സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ്. അറിയുന്നില്ലെന്ന്. ദൈവത്തിൽ നിന്നൊക്കെ പണ്ടേ അകന്നുപോയി. ജീവിതത്തിൽ കർത്താവിൽ നിന്നൊക്കെ ഒത്തിരി ഒത്തിരി ദൂരെ പോയി. പക്ഷേ ഞാൻ ദൂരത്താണെന്ന് പോലും അറിയുന്നില്ലാത്തൊരു ദുരവസ്ഥയുണ്ട്. അതാണ് ദാവീദിന് പറ്റിയത്. ഞാൻ രാജാവായത് കൊണ്ട്, ഞാൻ സിംഹാസനത്തിലിരിക്കുന്നത് കൊണ്ട് ആരും ഞാൻ ചെയ്ത പാപത്തെ അറിയുന്നില്ല. നോബഡി നോസ്. എനിക്ക് ഭയങ്കര സ്കിൽഫുള്ളി അതിനെ മുഴുവനും മറയ്ക്കാൻ സാധിക്കുന്നുണ്ട്, ഞാൻ രാജാവായത് കൊണ്ട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. ഇതിനെയാണ് ദൈവം പൊളിച്ച് കൈ കൊടുത്തത്. പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഉയർച്ചകളും താഴ്ചകളും ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞൊരു ജീവിതം. അവിടെ നിന്നാണ് പാഠം പഠിക്കുക, അവിടെ നിന്നാണ് പാഠങ്ങളെ പഠിക്കുക.
ദാവീദ് ഒരിക്കൽ സങ്കീർത്തനം എഴുതിയപ്പോൾ ആ സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമുക്കൊക്കെ കാണാതെ അറിയാം. മക്കളെ വന്നെനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിച്ഛിക്കുകയും ചെയ്യുന്നവനാർ. അടുത്തത്, നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. എന്ന് വെച്ചാൽ മക്കളെ എന്നൊക്കെ വിളിച്ച് തുടങ്ങുന്നത് സദൃശ്യവാക്യത്തിലെ വിസ്ഡം സെയിങ്സിൻ്റെ ഒരു സിംബോളിക് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അതായത് ഇപ്പൊ പറയുന്ന ദാവീദ് ഒത്തിരി വിവേകം പഠിച്ച ദാവീദാണ്. അതാണ് മക്കളെ എന്നൊക്കെ വിളിച്ചിങ്ങോട്ട് പറയുന്നത്. മക്കളെ എനിക്ക് ചെവി തരുവീൻ എന്നൊക്കെ പറഞ്ഞു വലിയൊരു ആശ അവിടെ പറയുന്നത് എപ്പോഴാണെന്ന് ആ സങ്കീർത്തനത്തിന് മേളിൽ എഴുതിയിട്ടില്ല. എപ്പോഴാണ്? ആഖീശിൻ്റെ മുൻപിൽ നിന്ന് ജീവനും കൈ പിടിച്ച് ഓടുന്ന സമയം. അത് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 21-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ശൗലിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്ന വഴിക്ക് ദാവീദ് നേരെ ആലയത്തിലോട്ട് അങ്ങ് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ കഴിക്കാൻ വല്ലതും ഉണ്ടോ? അപ്പം പുരോഹിതൻ പറഞ്ഞു, അയ്യോ, ഇവിടെ പുരോഹിതന്മാർ കഴിക്കുന്ന അപ്പം മാത്രമേ ഉള്ളൂ. അതെ, രാജാവ് ഞങ്ങളെ ഒരു കാര്യത്തിന് നിയോഗിച്ചപ്പം അത് അപ്പം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അയ്യോ, ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റത്തില്ല, ഇത് വിശുദ്ധി പുരോഹിതന്, ഞങ്ങളെല്ലാം ഭയങ്കര വിശുദ്ധരാണ്, അതിങ്ങെടുത്തോ. കള്ളം പറഞ്ഞ് അപ്പം വാങ്ങിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ആയുധം വല്ലതും രാജാവ് നിയോഗിച്ച് വിട്ടപ്പോഴേ ആയുധം ഒന്നും ഗോല്യാത്തിന് അത് മതിയല്ലോ. നേരെ ഓടിയതാണ് ആഖീശിൻ്റെ അടുത്തേക്ക്. അവിടെ ചെന്നതേ ആൾക്കാർ പറഞ്ഞു, എടാ ഇവനല്ലേ നമ്മുടെ മല്ലനായ ഗോല്യാത്തിനെ വീഴ്ത്തിയത്, ഇവൻ നമ്മുടെ കൈ വന്ന് പെട്ടു എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് രാജാവിൻ്റെ മുമ്പിലേക്ക് പോയപ്പോഴേ പുള്ളി ഒരു കാര്യം തീരുമാനിച്ചു. തീരുമാനമായി. പെട്ടെന്നാണ് ദൈവം തോന്നിപ്പിച്ചതായിരിക്കാം, തുപ്പലൊക്കെ ഒലിപ്പിച്ച് ഭ്രാന്തനെ പോലെ അഭിനയിച്ച് അവസാനം രാജാവ് പറഞ്ഞു, ഇവിടെ പ്രാന്തന്മാരുടെ കുറവുണ്ടായിട്ടാണ് ഈ പ്രാന്തൻ ഈ ഓടിക്കും. അപ്പം പുള്ളിയെ കല്ലെടുത്തെറിഞ്ഞ് ഈ മൃഗങ്ങളെ ഓടിക്കുന്ന പോലെ ഓടിക്കുക. അപ്പം ഈ ഓടുന്ന വഴിക്കാണ് വിവേകം ഉണ്ടായത്. ഇനി അത് പറഞ്ഞ ഇച്ചിരിയും കൂടെ നമുക്ക് ആശയം മനസ്സിലാവും. മക്കളെ വന്നെനിക്ക് യഹോവയോടുള്ള ഭക്തി എന്നാന്ന് ഞാൻ പറഞ്ഞു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നുണ്ടോ? ഒരു കാര്യം ചെയ്താൽ മതി, ദോഷം പറയാതെ. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ഈ സർവായുധ വർഗങ്ങളെക്കുറിച്ച് പഠിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് എന്തൊക്കെയാണ്? വാഴ്ചകൾ, സ്വർലോകങ്ങൾ, ദുഷ്ടാത്മസേന. ഇത് അതിനകത്ത് മൊത്തം വന്നു. ഈ പറയുന്ന പിശാചും അവൻ്റെ ആധിപത്യവും അവൻ്റെ സൈന്യവും അവൻ്റെ ശക്തി മൊത്തത്തിൽ വന്നു. എല്ലാം കൂടെ ചേർത്തൊരു പാക്കേജായിട്ട് അവിടെ പറഞ്ഞേക്കുന്നത്. ഈ എന്താണ് വാഴ്ചകളും അധികാരങ്ങളും ദുഷ്ടാത്മസേന, ഇതിനോടൊക്കെയാണ് നമ്മളിങ്ങനെ പോരാടുന്നത്. ഈ പോരാടാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ആയുധവർഗം എന്ന് ഓർത്ത് നോക്കി. ഒന്ന്, അരയ്ക്ക്. എന്താ അതിൻ്റെ അർത്ഥം? നുണ പറയരുത്. ഒന്നാമത്തെ ആയുധം കള്ളം പറയാതിരിക്കുക. 2, അനീതി ചെയ്യാതിരിക്കുക. ഇനി അടുത്തത് വേറൊരു ആയുധമുണ്ട്, സമാധാന സുവിശേഷത്തിനായുള്ള. ഇത്രയും വലിയ പിശാചിനെ തോപ്പിക്കാൻ കയ്യിൽ തന്നിരിക്കുന്ന ആയുധം പോയി സുവിശേഷം പറയാം. നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമാണ് കർത്താവിൻ്റെ പല നിലപാടുകളും. നമ്മൾ മനസ്സിലാക്കുന്നതും വളരെ വ്യത്യസ്തമാണ് കർത്താവ് പലപ്പോഴും നമ്മളിന്ന് ഡിമാൻഡ് ചെയ്യുന്ന ചിലത്. നയമാൻ എന്താ ആഗ്രഹിച്ചേ? ഈ പ്രവാചകൻ അങ്ങനെ വന്ന് എൻ്റെ മുറിവിന് നേരെ, എൻ്റെ ആ കുഷ്ഠരോഗം ബാധിച്ച ഭാഗങ്ങളുടെ നേരെ കൈ ഇങ്ങനെ ആട്ടി. ഇതൊക്കെ പുള്ളി കണ്ടേക്കുന്നത്. കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഇതിലൊന്നും അല്ല സൗഖ്യം ഇരിക്കുന്നത്. സൗഖ്യം ഇരിക്കുന്നത്, അതാ പ്രവാചകൻ പറഞ്ഞ്, അവൻ ഇങ്ങോട്ട് കയറ്റണ്ട, അവനോട് പറ യോർദാനെ പോയി കുളിക്കാൻ പറ. കാരണം ഇവൻ അശുദ്ധനാണെന്നും ഇവൻ ഈ പ്രവാചകൻ്റെ അടുത്തേക്ക് വരാൻ യോഗ്യതയില്ലെന്നും അവിടെ പോയി കുളിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ഒഫൻഡ് ചെയ്യാൻ വേറൊന്നും വേണ്ട. അദ്ദേഹം ഒഫൻഡായി. എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിച്ച കാര്യത്തിൽ നിനക്ക് സൗഖ്യം വരും. പക്ഷെ ഇതിൻ്റെ സീക്രട്ട് ഇരിക്കുന്നത് മനസ്സിനകത്തെ വിധേയത്വത്തിലാണ്.
അല്ലാതെ ഷൗട്ടിങ്ങും യെല്ലിങ്ങും അതിലൊന്നും കാര്യമില്ല. കൈ ആട്ടുന്നതും സ്റ്റേറ്റ്മെന്റുകൾ വിളിച്ചു പറയുന്നതും അതിലല്ല കഥയുള്ളത്. കാര്യമിരിക്കുന്നത് ഹൃദയപൂർവം ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തിന്റെ മേലാണ് കാര്യമിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ആ മനുഷ്യന് പറ്റാതെ പോയതും. അവസാനം ദാസന്മാർ പറഞ്ഞു, വേറെ വലിയ കാര്യം തലയെ കുത്തി വെക്കാൻ പറഞ്ഞിരുന്നെങ്കിലോ, ഇല്ലെങ്കിൽ നീ മരത്തിൽ കയറാൻ പറഞ്ഞിരുന്നെങ്കിൽ. ഇതൊന്നും ചെയ്തില്ലല്ലോ. യോർദാനിൽ മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ. ഒരു പ്രാവശ്യം വലിയ പ്രതീക്ഷയോടെ നോക്കി, ഒന്നും സംഭവിച്ചില്ല. 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 6 പ്രാവശ്യം, 7 പ്രാവശ്യവും മുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ദൈവം പറഞ്ഞ കാര്യം ഇവിടെ നടന്നത്. സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതുമൊക്കെ 100 വട്ടം തരാൻ കർത്താവിന് പറ്റും. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവ് ഇങ്ങനെ നമുക്ക് തരത്തില്ല എന്നും പറഞ്ഞിങ്ങനെ പിടിവാശി എടുത്ത് നിൽക്കുന്ന സ്വാർത്ഥൻ. നമ്മളെന്തോ ചെയ്യുന്നത്? തായോ തരത്തില്ല, തായോ തരത്തില്ല. പിന്നെ ഉപവസിച്ച് പട്ടിണി തന്നേ തീരൂ, തന്നേ തീരൂ, തരത്തില്ല, തരത്തില്ല, തരത്തില്ല. പിന്നെ കരഞ്ഞ് പാട്ടിണി കിടന്ന് ബേളം വെച്ച് അവസാനം ഗതി കെട്ട് എന്നാ പിന്നെ കൊണ്ടുപോകും. ഇതെല്ലാം മടുത്തു പോവാതെ പ്രാർത്ഥിക്കില്ലേ? മടുത്തു പോവാതെ പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം ഉണ്ടാകുന്ന ദൈവത്തിനല്ല, സോറി, മടുത്തു പോവാതെ പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം ഉണ്ടാകുന്നത് നമുക്കാ. കാര്യം എന്താണെന്നറിയോ? കുറേ അങ്ങ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കും, നമ്മളോടൊരു ചോദ്യം ചോദിക്കും, അല്ല ഇതെന്നാ കർത്താവ് മറുപടി തരാത്തത് എന്നേലും ഒരു ദിവസം അത് ചോദിക്കുമ്പോൾ നമുക്കൊരു മറുപടി കിട്ടും. എടാ, ഞാൻ ഇച്ചിരി കൂടെ ക്ലിയർ ആവണ്ടേ? എൻ്റെ ഭോഗങ്ങളിൽ ചെലവിടാൻ വല്ലാതെ യാചിക്കുകയാണോ? അപ്പം മാറ്റം ഉണ്ടാകുന്ന എനിക്കായിരിക്കും. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഇസ്രയേലിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ലെവലിൽ ഒരു മിനിസ്ട്രി ചെയ്യുന്ന ഒരു ശമൂവേല് വേണമെന്ന് സ്വർഗത്തിൽ നിന്ന് തീരുമാനമായി. അതായത് 3 ഓഫീസസ് ഒരുപോലെ എടുത്തയാളാണ് ശമൂവേൽ. ഏതൊക്കെയാ? പുരോഹിതൻ്റെ ശുശ്രൂഷ ചെയ്തു, ന്യായാധിപൻ്റെ ശുശ്രൂഷ ചെയ്തു, പ്രവാചകൻ. കാരണം വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അത് വളരെ യുണീക്കായിട്ടുള്ള ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മിനിസ്ട്രി ചെയ്ത ആളാണ്. അങ്ങനെ ഒരു ശമൂവേല് ഈ ഭൂമിയിൽ വേണമെന്ന് സ്വർഗത്തിൽ നിന്നൊരു തീരുമാനം ഉണ്ടായി. അപ്പോൾ ഒരു കാര്യമുള്ളത്, ഇതുപോലെ ഒരാൾ, അതായത് ആ ആളുടെ ആത്മീയത എന്ന് പറഞ്ഞ് ഈ ലെവലാണ്. ഇത്രയും ലെവലിലുള്ള ആത്മീയതയുള്ള ഒരു കൊച്ച് ഈ ഭൂമിയിൽ രൂപപ്പെടണമെങ്കിൽ ആ കൊച്ചിനേക്കാളും വലിയ ആത്മീയതയുള്ള ഒരു അമ്മ ആദ്യം രൂപപ്പെടണ്ടേ, വളർത്തണ്ടേ, രൂപപ്പെടുത്തണ്ടേ? ആദ്യം വർക്ക് തുടങ്ങിയത് അമ്മയിലാണ്. അമ്മയെ മക്കളില്ലാത്തവളാക്കി. ചിലര് പ്രതിസന്ധിയിലൂടെ പോയാൽ രാഗി മിനുക്കി മൂർച്ചയുള്ള ആയുധം പോലെ ആകും. ചിലര് തീച്ചൂളയിലൂടെ പോയാൽ കീടം നീങ്ങിയ പൊന്നുപോലെ പുറത്തു വരും. വേറെ ചിലർക്ക് പ്രതിസന്ധി കിട്ടിയാൽ ഇട്ടേച്ച് വന്ന വഴിയെ ഓടും. പക്ഷേ ഹന്ന അങ്ങനെയല്ലായിരുന്നു. ഹന്ന മക്കളില്ലെങ്കിലും പെനീന കുത്തുന്നുണ്ടെങ്കിലും ഒരു മുടക്കം കൂടാതെ കൃത്യസമയത്ത് ആലയത്തിൽ ചെല്ലും. അപ്പം ആദ്യമൊക്കെ എൻ്റെ ഭാവന പറയുകയാണേ, ആദ്യമൊക്കെ ഹന്ന പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരിക്കും: ദൈവമേ, ആ പെനീന എന്നെ വല്ലാതെ, നീ പള്ളിയിൽ പോയിട്ട് ഇപ്പം എന്നെ കിട്ടി, പുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അവളുടെ മുമ്പിൽ എനിക്ക് തല ഉയർത്തി നടക്കണം കർത്താവേ, അതിനു വേണ്ടി എനിക്കൊരു കൊച്ചിനെ തരാമോ? കർത്താവ് പറഞ്ഞു, സമയമായില്ല, ഇനിയും നീ വളരാൻ കിടക്കുമോ? കുറേ കഴിഞ്ഞപ്പോൾ അവൾ എന്നിങ്ങനെ പറഞ്ഞു കാണും, ദൈവമേ, എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്നേഹമൊക്കെ ഇപ്പം കുറഞ്ഞു വരുന്നുണ്ട്, പുള്ളി എന്നെ വെറുത്ത് തുടങ്ങിയോ എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം എനിക്ക് തിരിച്ചു പിടിക്കാൻ എനിക്കൊരു കൊച്ചിനെ തരണം. ദൈവം പറഞ്ഞു, മോളെ, ഇനിയും നീ വളരാൻ കിടക്കുകയാണല്ലോ, ആയിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ഹന്ന ചെന്നിട്ട് പറയുക, കർത്താവേ,
ഞാൻ ചോദിച്ചില്ലേ, പെനീനയുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ വേണ്ടി ഒരു കൊച്ചിനെ ചോദിച്ചില്ലേ? വേണ്ട കേട്ടോ. ആഹാ. അല്ല, ഭർത്താവിൻ്റെ സ്നേഹം തിരിച്ചു പിടിക്കാൻ ഒരു കൊച്ചിനെ ചോദിച്ചില്ലേ? വേണ്ട കേട്ടോ. ഓക്കെ. അങ്ങേക്ക് വേണ്ടി വളർത്താൻ ഒരു കൊച്ചിനെ തരാമോ? അന്ന് ഉത്തരോ. കാര്യം എന്നാണെന്നറിയോ? ഈ നിമിഷത്തിന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തത്. കാരണം അമ്മ ഇതുപോലെ ആദ്യം രൂപപ്പെട്ടു വരണം, എന്നാലേ ഒരു കൊച്ചിനെ അതുപോലെ രൂപപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു മറയില്ലാത്തൊരു ബന്ധം, ദൈവവും നമ്മളും തമ്മിലുള്ള മറയില്ലാത്തൊരു ബന്ധമാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നമെന്ന് ഞാൻ പറയും. ഒരുപക്ഷെ നമ്മൾ ചുറ്റുവട്ടത്തേക്ക് നോക്കുമ്പോൾ കാണുന്നവരെല്ലാം ആത്മീകരാണ് എന്ന് ചോദിച്ചാൽ അതെ, പക്ഷേ ഒരു പെരിഫറൽ ലെവലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഓക്കെ. ചിലരൊക്കെ അങ്ങനെയൊക്കെ ഇപ്പോൾ സ്പിരിച്വലായ കാര്യം നടക്കുമെന്ന് ചോദിക്കുന്നവരായിരിക്കാം. അതൊന്നും നടക്കുന്ന കാര്യം, ഐ മീൻ ഡിഫറെൻറ്റ് പീപ്പിൾ, അവർക്കൊക്കെ ഓരോരുത്തർക്ക് അവരവരുടേതായ പെർസ്പെക്റ്റീവ് ഉണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് ഓരോരുത്തരും വ്യക്തിപരമായി പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നമ്മളെക്കുറിച്ച് അതല്ല ദൈവത്തിൻ്റെ സ്വപ്നം. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അരികിൽ വന്ന് നിന്നിട്ട് കർത്താവിന് നിങ്ങളോട് പറയാനുള്ള എന്നാണെന്നറിയാമോ? നാളെ എന്നൊരു ദിവസം ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. അതായത് കാഹളം ധ്വനിക്കുന്നതിന് തൊട്ടു മുമ്പേ എത്രത്തോളം തമ്പുരാൻ കർത്താവിനോട് അടുത്ത് ചേർന്ന് നിൽക്കാമോ അത്രത്തോളം പറ്റിച്ചേർന്ന് നിൽക്കുന്നൊരു ജനറേഷൻ. ഓരോ സെക്കൻഡുകളിലും കർത്താവിൻ്റെ ശബ്ദം ഇൻറ്റിമേറ്റായിട്ട് കേൾക്കുന്നൊരു ജനറേഷൻ. എന്നെ ഏറ്റവും സ്പർശിച്ച ഒരു അനുഭവം വായിച്ചു, അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഒരു അപ്പച്ചൻ്റെ സ്റ്റോറിയാണ്. ഈ അപ്പച്ചൻ പ്രായാധിക്യമാണ്, ക്ഷീണമാണ്, കിടപ്പാണ്. ഒരു മോള് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഈ മോൾ ഒരു ദിവസം പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്കറിയാം പാസ്റ്റർ ബിസിയാണ്, സമയം കാണത്തില്ല, എന്നാലും അപ്പച്ചൻ്റെ ക്ഷീണമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇനി അധിക നാൾ ചിലപ്പോൾ കാണത്തില്ലായിരിക്കും. പാസ്റ്ററെ, എന്നേലും ഒരു ദിവസം പാസ്റ്ററുടെ ഫ്രീ ടൈം അനുസരിച്ച് ഒരു ദിവസം വീട്ടിലൊന്ന് വരാമോ? അപ്പച്ചൻ്റെ കൂടെ 1 മണിക്കൂർ ഒന്ന് ചിലവഴിക്കാമോ? കുറേ വചനമൊക്കെ പറഞ്ഞ് അപ്പച്ചനെ ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒന്ന് ഒരുക്കാൻ അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാസ്റ്റർ പറഞ്ഞു, പിന്നെ എന്നാ മോളെ, ഞാൻ തീർച്ചയായിട്ടും ഞാൻ വരാമല്ലോ. അപ്പം ഞാൻ ഇന്ന സ്ഥലത്താണ് താക്കോൽ വയ്ക്കുന്നത്, എപ്പോഴാണെന്ന് വെച്ചാൽ പാസ്റ്റർ വന്നോ, എടുക്കുക, തുറക്കുക, അപ്പച്ചൻ്റെ അടുത്തിരിക്കുക, സംസാരിക്കുക, ഇതെല്ലാം പറഞ്ഞ് സെറ്റപ്പ് ചെയ്തു. അങ്ങനെ ഈ പാസ്റ്റർ സമയം കണ്ടെത്തി അപ്പച്ചൻ്റെ അടുത്തേക്ക് പോവാം. പറഞ്ഞ സ്ഥലത്ത് തന്നെ താക്കോലുണ്ട്, അതൊക്കെ എടുത്ത് തുറന്നു. മോള് ജോലിക്ക് പോയിരിക്കുക. അകത്ത് കയറി അപ്പച്ചൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, അപ്പച്ചൻ കട്ടിലേലുണ്ട്. അപ്പോൾ കട്ടിലിൻ്റെ അടുത്ത് ഒരു ചെയറ് വളരെ നല്ലൊരു തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുക്കി ഇങ്ങനെ ഇട്ടിരിക്കുക. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അപ്പച്ചാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ചെയറൊക്കെ ഇങ്ങനെ ഒരുക്കി ഇട്ടിരിക്കുക അല്ലേ? അപ്പോൾ പാസ്റ്ററെ, സോറി, അത് പാസ്റ്ററിനുള്ളതല്ല, പാസ്റ്റർ ഇപ്പുറത്തിരുന്നോ? ആണോ? പിന്നെ ഇത് ആർക്കുള്ളതാ? പാസ്റ്റർ, എനിക്ക് ഞാൻ പറയാം. പാസ്റ്ററെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം തൽക്കാലം എൻ്റെ മോൾ അറിയണ്ട. പാസ്റ്ററിന് ഞാൻ പറയുന്നത് മനസ്സിലാവും, പക്ഷെ എനിക്കറിയത്തില്ല എൻ്റെ മോൾക്ക് ഞാൻ പറയുന്ന ലെവലിൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തൽക്കാലം ഇത് പാസ്റ്ററോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്നാ അപ്പച്ച, വേഗം പറ, എനിക്കത് കേൾക്കണം. പാസ്റ്ററിന് അറിയാമല്ലോ, ഈ ഒരു ഒറ്റ കിടപ്പ, ഒരാളുമില്ല വർത്താനം പറയാൻ. കുറേ ഓർമ്മകളൊക്കെ തികട്ടി വരും. ഒരു ദിവസം ഞാനിങ്ങനെ വചനമൊക്കെ പറഞ്ഞിങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടവും ഭാരവും എല്ലാം കൂടെ ഇങ്ങോട്ട് കയറി വന്നു. ഞാനിങ്ങനെ ഈ മച്ചിലോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ യേശുവപ്പാ, എൻ്റെ കർത്താവേ, ഈ റൂമിലൊന്ന്
അങ്ങ് നേരിട്ടൊന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ അങ്ങയെ കാണാൻ, അങ്ങയെ ഒന്ന് തൊടാൻ, അങ്ങയോടൊന്ന് സംസാരിക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ. ഇങ്ങനെ പറഞ്ഞ് ഞാനങ്ങ് കണ്ണടച്ച് എൻ്റെ കണ്ണിൽ കൂടെ കുടുകൂടാന്നിങ്ങനെ ഒഴുകി. പാസ്റ്റർ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഈ റൂമിൽ വന്നു. ഞങ്ങൾ രണ്ടും കൂടെ മിണ്ടിയും പറഞ്ഞു. എനിക്ക് ഒത്തിരി പരിഭവങ്ങൾ പറയാനുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ പറഞ്ഞു, എല്ലാം കേട്ടു. എന്നിട്ട് എന്നോട് ആശ്വാസത്തിൻ്റെ കുറച്ച് വാക്കുകൾ ഇങ്ങോട്ടും പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരിച്ച് മോള് വരേണ്ട സമയമായി. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ പോകരുത്. എൻ്റെ ഉള്ള ആരോഗ്യം മുഴുവൻ എടുത്ത് ഞാൻ എഴുന്നേറ്റ് അലമാര തുറന്ന് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ക്ലോത്ത് എടുത്ത് ഈ ചെയറിലിട്ടിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്നോളാവോ പാസ്റ്ററേ? ഇവിടെ ഇരിപ്പുണ്ട്. പാസ്റ്ററിന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് കാണാം. ഇത് കേട്ട ഈ പാസ്റ്റർ തിരിച്ചു പറഞ്ഞു, എൻ്റെ അപ്പച്ച, ഞാൻ അപ്പച്ചനെ എൻകറേജ് ചെയ്യാൻ വന്നതാ. ഇതിപ്പം എനിക്ക് കിട്ടിയ എൻകറേജ്മെന്റ് വിശദീകരിക്കാൻ പറ്റുന്നില്ല, അപ്പുറമാണല്ലോ. അങ്ങനെ അവർ കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞ് പാസ്റ്റർ വീട്ടിൽ ചെന്നിട്ട് ആദ്യം ചെയ്തത്, ഒരു ചെയറെടുത്ത് അതിലൊരു നല്ല തുണിയൊക്കെ വിരിച്ച് കർത്താവ് തൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നതും വ്യക്തിപരമായി തന്നോട് സംസാരിക്കുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്ന ലെവലിലോട്ട് ഒന്ന് ഉയരുക എന്നുള്ളതായിരുന്നു. ഞാൻ പറയുന്നത് ഹലൂസിനേഷനെ കുറിച്ചല്ല, ഞാൻ പറയുന്നത് ഡെലൂഷൻ സിൻഡ്രത്തെ കുറിച്ചല്ല, ഞാൻ പറയുന്ന ആത്മീയതയെക്കുറിച്ചാണ്. ഞാനൊരു ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ഞങ്ങളുടെ ചർച്ചിൽ എല്ലാവരും കൂടെ വന്നാൽ 100-200 പേരൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ആരംഭകാലത്ത് ഞങ്ങൾക്ക് ആരാധിക്കാൻ സ്ഥലമില്ലായിരുന്നു. ആരാധിക്കാനുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടാർപ്പായൊക്കെ വിരിച്ച് കെട്ടിയുള്ളൊരു വല്ലാത്തൊരു സ്ഥലമായിരുന്നു. അപ്പം എല്ലാം ഭംഗിയായിട്ട് ചെയ്തെടുക്കാനുള്ള സകല സാഹചര്യമുണ്ട്, പക്ഷെ നടക്കത്തില്ല. നമ്മുടെ പരിശ്രമം, നമ്മൾ പറയത്തില്ലേ 18 ഇതും ചെയ്യും, പക്ഷേ നടക്കത്തില്ല. പഠിച്ച പണി 18 നടക്കത്തില്ല. അവസാനം ഒരു ദിവസം സെമിനാരിയിൽ അവധി സമയമാണ്. അപ്പം അപ്പുറത്തെ ബിൽഡിങ്ങിലൊന്നും ആരുമില്ല. ഞാൻ രാത്രി കിടന്നിട്ട് ഉറക്കം വരാതെ ഞാൻ അവിടെ ചെന്നൊരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ആ ഇരുട്ടത്തിരുന്നങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ വാക്യങ്ങളും ബൈബിളിൽ നിന്നുള്ള ഉദ്ധരണികളും ഫിലോസഫിയും തിയോളജിയും ഒന്നും വരത്തില്ല. മനസ്സങ്ങ് തുറക്കും, അങ്ങ് ഏങ്ങലടിക്കാൻ തുടങ്ങും, കരയും. ഞാൻ പറഞ്ഞ് കരഞ്ഞതായിരുന്നു, ആലയത്തിൻ്റെ കാര്യമല്ലേ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എന്നാ നടക്കാത്തേ? എത്ര നാളും കൂടെ കാത്തിരിക്കണം? അങ്ങേ ആരാധിക്കാൻ വരുന്ന മക്കൾക്ക് നല്ലൊരു ആരാധന സാഹചര്യമില്ല എന്നുള്ളത് അങ്ങ് കാണുന്നില്ലേ? പറഞ്ഞ് കരഞ്ഞ് വിമ്മിഷ്ടപ്പെട്ട് ഏങ്ങലടിച്ച് കുറേ സമയം അങ്ങ് പോയി. ഒടുവിൽ മനസ്സിലുള്ളതെല്ലാം കൂടെ അങ്ങ് പറഞ്ഞ് ഞാനങ്ങ് ഫ്രീ ആയി. ഞാൻ ഫ്രീ ആയ നിമിഷം ഞാൻ ആ ശബ്ദം കേട്ടു. ഒരൊറ്റ ചോദ്യം കർത്താവ് ചോദിച്ചു, ആ ചർച്ച ആരുടെയാ? ഞാൻ പറഞ്ഞു, ചർച്ച് കർത്താവിൻ്റെ. എന്നാ നീ എഴുന്നേറ്റ് പോയി കിടന്നുറങ്ങ. ആ ഒരു ശാസന ഉണ്ടല്ലോ, അത് അന്നു തൊട്ട് ഇന്നേ വരെ ചർച്ചിൻ്റെ എന്തേലും ഒരു ഇഷ്യൂ വരുമ്പം, എന്തേലും ഒരു ചെറിയ കാര്യത്തിൽ ഭാരപ്പെട്ട പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അലയടിക്കും ആ ശബ്ദം. ഞങ്ങൾക്ക് കർത്താവ് മനോഹരമായ ഹോള് തന്നു കേട്ടോ. വൺ ഓഫ് ദ ബെസ്റ്റ് ഹോള് കർത്താവ് തന്നു. നിങ്ങൾ ആരെങ്കിലും കോട്ടയത്ത് വരികയാണെങ്കിൽ യു ആർ വെൽക്കം. മനോഹരമായ ആരാധനാ സ്ഥലം തന്നെ കർത്താവ് തന്നു. പക്ഷെ അന്ന് ഞാൻ ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ച എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചോദ്യം, നിങ്ങൾ
പേഴ്സണലി ദൈവശബ്ദം കേട്ടിട്ട് എത്ര നാളായി? വ്യക്തിപരമായി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി കണ്ണ് നിറഞ്ഞു തുളുമ്പുന്ന പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് എത്ര നാളായി? ഹെസ്കേൽ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നൊരു ചിത്രമില്ലേ? എനിക്ക് തോന്നുന്നു 13-ാം അധ്യായത്തിലോ 14-ാം അധ്യായത്തിലോ എവിടെയോ ഒരിടത്ത് കിടപ്പുണ്ടത്. ഇസ്രായേൽ ജനിച്ച നാളിൽ, നീ ഒരു പിഞ്ചു പൈതലായി ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ കൊടി മുറിക്കാൻ ആരുമില്ലായിരുന്നു. നിന്നെ മഞ്ഞൾ തേപ്പിച്ച് കുളിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളായി വഴിയരികിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ച. ഞാൻ ആ വഴിയെ വന്നു, മരണത്തോട് മല്ലടിച്ച് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പിഞ്ചു പൈതലായ നിന്റെ നേരെ ഞാൻ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ജീവിക്കാ. നിന്നെ ഞാൻ എടുത്തു, എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിന്നെ ഞാൻ പരിപാലിച്ചു. നിനക്ക് വേണ്ടിയതെല്ലാം ഞാൻ തന്നു. നിന്റെ സകല ആവശ്യങ്ങളിലും ഞാൻ നിവർത്തീകരിക്കുന്നവനായി കൂടെ. ഇപ്പം നീ വലിയ ആളായി, സ്വന്തം കാലിൽ നിൽക്കാറായി. ഇപ്പം നിനക്ക് എന്നെ വേണ്ട. ഓ, ആ പറയുന്ന വേദനയുണ്ടല്ലോ, ദ പെയിൻ. അങ്ങനെയൊന്ന് ഭാവന കാണാൻ പറ്റുമോ? നിന്റെ വീണ്ടെടുപ്പുകാരൻ, ചോര കൊടുത്ത് തെരഞ്ഞെടുത്തവൻ, പേര് ചൊല്ലി വിളിച്ചവൻ, നിസ്സഹായ അനുഭവങ്ങളിലൂടെ പോയപ്പോൾ അവിടെയൊക്കെ വന്ന് വീഴാതെ കൈപിടിച്ചവൻ, അസാധ്യങ്ങളുടെ പർവ്വതങ്ങളുടെ മുൻപിൽ ചെന്ന് നിന്നപ്പോൾ ഞാനില്ലേ എന്ന് പറഞ്ഞ് കൈപിടിച്ചുയർത്തിയവൻ, വീണു എന്ന് മുദ്ര കുത്തിയ സ്ഥാനത്ത് ഇറങ്ങി വന്ന് തളർന്ന് താളടിയ എന്ന് വിചാരിച്ചപ്പോ കരങ്ങളിൽ കോരിയെടുത്ത് കൂടെ നിന്ന സ്നേഹം, ആകാശമധ്യേ ഉയർത്തും സ്നേഹം. When was the last time with a genuine heart, മറയ്ക്കാൻ ഒന്നുമില്ലാതെ അപ്പാന്ന് വിളിച്ച് മനസ്സ് നിറഞ്ഞ് ആ പാദപീഠത്തിലേക്ക് ചെന്നിരുന്ന് ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ട് എത്ര നാളായി? ആ വിളി, അതാമേ നീ എവിടെ എന്നൊരു വിളി. ഒരൊറ്റ ആട് നഷ്ടപ്പെട്ടപ്പോൾ അതിനെ തേടി ചെല്ലുന്ന ആ ഇടയൻ്റെ ഭാരം. എനിക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റും. ആ ഇടയൻ ചെയ്തത്, ഓരോ ഗുഹകളുടെ മുഖത്തും ചെന്ന് ഒരു പ്രത്യേക ശബ്ദം കേൾപ്പിക്കും. അതിൻ്റെ അകത്തെൻ്റെ ആട് കുടുങ്ങി കിടപ്പുണ്ടോയെന്നറിയാൻ, ഒരു ശബ്ദം തിരിച്ച് കേൾക്കുമോയെന്നറിയാൻ കാതോർക്കും. കേൾക്കുന്നില്ല. അടുത്ത പാറക്കെട്ടുകളുടെ അരികിൽ ചെന്നിട്ട് ഇതേ ശബ്ദം കേൾപ്പിക്കും. അതിൻ്റെ അകത്തുനിന്നൊരു സൗണ്ട് തിരിച്ചു വരുന്നുണ്ടോയെന്ന് വെയിറ്റ് ചെയ്യും. കേൾക്കുന്നില്ല. അവസാനം ഒരു കൂമുള്ളിൻ്റെ കാടിൻ്റെ അരികിൽ ചെന്ന് ഈ ശബ്ദം കേൾപ്പിച്ചപ്പോൾ മുള്ളുകളാൽ പിടിപെട്ട് കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ആ മുള്ളും കൂടിൻ്റെ അകത്ത് കിടക്കുക. ഞാൻ എൻ്റെ ഭാവന പറയാം. തണുപ്പിൽ നിന്നും വെയിലിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്ന ആ പുറംകുപ്പായം ഇടയൻ ഊരി മാറ്റി, വടി അങ്ങോട്ട് മാറ്റിവെച്ചു, തലപ്പാവെടുത്ത് മാറ്റിവെച്ചു. അർദ്ധനഗ്നനായി ആ മുൾപ്പടർപ്പിൻ്റെ അകത്തേക്ക് നൂണ്ട് കയറുമ്പോൾ ആ ഓരോ കൂമുള്ളും തൻ്റെ ദേഹത്ത് വരഞ്ഞു കീറി
ചോരയൊഴുകുന്നത് മൈൻഡ് ചെയ്യാതെ അകത്തോട്ട് ചെന്ന ആടിനെ മോചിപ്പിച്ച് അതിനെ എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് അതിനെ തോളിലേക്ക് വെക്കുമ്പം ദേഹം മുഴുവനും ചോരപ്പാടുകളാണ്, ചോരയൊഴുകുന്ന ദേഹമാണ്. പക്ഷേ ആടിനെ തോളിലിട്ട് സന്തോഷത്തോടെ മടങ്ങി വരുന്നൊരിടയൻ അതെന്നെ ഓർപ്പിക്കുന്നത് ആ കൽവറി ക്രൂശിൽ എൻ്റെ കർത്താവ് ചിന്തിയ വിലയേറിയ രക്തത്തെയാണ്. അവൻ എന്നെ വീണ്ടെടുക്കാൻ സ്വന്തം ജീവനാ മറുവിലയായി കൊടുത്തത്. അവസാനത്തുള്ള രക്തം വരെ എനിക്ക് വേണ്ടി ഊറ്റി തന്നിട്ടാ എന്നെ രക്ഷിച്ചത്. നമുക്ക് ചെല്ലാം, ആ പാദപീഠത്തിലേക്ക് ചെല്ലാം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപേ മുഴങ്കാലിൽ നിന്നിട്ട് പറയണം, അപ്പാ ഞാൻ മടങ്ങി വരുന്നു. എൻ്റെ മുഖം മൂടി ഞാൻ വലിച്ചു കീറി മാറ്റി വെച്ചിട്ട് ഞാനായി തന്നെ ആ പാദപീഠത്തോട് ഓടി വരുന്നു. ഒരപ്പൻ്റെ അരികിലേക്ക് എന്നതുപോലെ, ഇടയൻ്റെ അരികിലേക്ക് എന്നതുപോലെ ഓടിച്ചെല്ലാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൊയർച്ചി മുമ്പോട്ട് കടന്നു വന്നാട്ടെ, ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കാൻ പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം നാം വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നല്ലോ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് ഒരു പാട്ടുകൂടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എന്നാൽ പടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്കായിത്തീരേണ്ടയാകട്ടെ. വളരെ ശക്തമായി ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മുടെ മുമ്പിൽ വചനത്തിൽ കൂടെ വരച്ച് കാണിക്കുവാനിടയായല്ലോ. ദിവസങ്ങളിൽ നമ്മുടെ മൂടുപടങ്ങളൊക്കെ മാറട്ടെ. തേജസ് മേൽ തേജസ് പ്രാപിച്ചവരായി, അല്ലെങ്കിൽ കർത്താവിൻ്റെ തേജസ് നമ്മുടെ മുഖത്ത് പ്രതിബിംബിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാമല്ലോ. ഈ ദിവസങ്ങൾ ദൈവിക വിടുതൽ നാം അനുഭവിച്ചറിയുന്നവരായി തീരട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മെ വിടുവിക്കുന്ന, നമുക്ക് വിടുതൽ നൽകുന്ന നല്ല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിടുമെന്നുള്ള പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാമല്ലോ. ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹത്തെ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹത്തെ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. മുട്ടുമീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുമീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. പാടുത്തു പോകാതെ
വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കും സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കും സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലഭൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലഭൻ അവൻ വല്ലഭൻ. വിടുതലെന്നു പ്രാപിക്കാം, വിടുതലെന്നു പ്രാപിക്കാം. യാചിപ്പീരെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. യാചിപ്പീരെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. കൊണ്ടുപോയി തുറക്കും സ്വർഗത്തിൻ കലവറം, പ്രാപിക്കാം എത്രയോ നന്മകൾ. കൊണ്ടുപോയി തുറക്കും സ്വർഗത്തിൻ കലവറം, പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലഭൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലഭൻ അവൻ വല്ലഭൻ. വിടുതലെന്നു പ്രാപിക്കാം, വിടുതലെന്നു പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കും സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കും സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലഭൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, വല്ലഭൻ അവൻ വല്ലഭൻ. വിടുതലെന്നു പ്രാപിക്കാം, വിടുതലെന്നു പ്രാപിക്കാം, വിടുതലെന്നു പ്രാപിക്കാം, വിടുതലെന്നു പ്രാപിക്കാം. Glory to God. Thank you, Lord Jesus. Hallelujah. Glory to God, Jesus. Oh, hallelujah. Thank you, Lord Jesus. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വീണ്ടും മടക്കാമല്ലോ. വളരെ ശക്തമായി ദൈവത്തിന്റെ വചനത്തിൽ കൂടെ, കർത്താവിന്റെ ദാസിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിവേള നമ്മോട് ഇടപെട്ടല്ലോ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് ക്രിസ്തുവിന്റെ തേജസ്
കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ മൂടുപടങ്ങളൊക്കെ മാറട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ, കുറ്റങ്ങൾ സംഭവിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്നവരായിട്ടല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്ന് അതൊന്ന് ഏറ്റുപറഞ്ഞ് അപ്പനോടൊന്ന് നിലവിളിപ്പാൻ, പിതാവാൻ ദൈവത്തോടൊന്ന് നിലവിളിപ്പാൻ, നമ്മുടെ മുടുപടങ്ങളൊക്കെ ഒന്ന് മാറ്റി കളയുവാൻ, ഒന്ന് തുറന്ന് സംസാരിപ്പാൻ, ഒന്ന് തുറന്നിടപെടുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. തീരുമാനത്തോടെ, പ്രതിഷ്ഠയോടെ നമുക്ക് മടങ്ങിപ്പോകാം. കർത്താവ് വരുവാൻ താമസിച്ചാൽ അടുത്ത ദിവസം നടക്കുന്ന കൂട്ടായ്മ തിരുവചന പഠനം ഏറ്റവും നമുക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവിൻ്റെ ദാസനെ, തൻ്റെ ശുശ്രൂഷകളെ പിന്നെ ദൈവം മാനിക്കേണ്ടതിന് നമ്മെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. നമ്മുടെ മടക്കിയാത്ത ദൈവം കൂടുതൽ സഹായിക്കണം. നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പ്രസിദ്ധ പി. കെ. ജോർജ് അവർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് മറഞ്ഞിരിപ്പാൻ കർത്താവ് ഇന്ന് രാത്രി അനുവദിച്ചു തന്നല്ലോ. നിന്റെ അഭിഷിക്ത ദാസനെ നിന്റെ ആത്മാവിനാൽ നിറച്ച വചനത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്ത് അത് അറിയിക്കേണ്ടുമെണ്ണം അറിയിപ്പാൻ അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം. കേട്ട ഉള്ളങ്ങൾ അത് കർത്താവേ, അങ്ങ് ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടി വചനം നൽകിയോ ആ ഉദ്ദേശം നിവർത്തിച്ചെടുക്കുവാൻ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കിയതിനായി സ്തോത്രം. വചനം കേട്ട നിന്റെ മക്കൾ ഇന്ന് വചനം കേട്ട് മടങ്ങിപ്പോകുമ്പോൾ അത് കർത്താവേ അനുഗ്രഹകാരണമായി തീരുവാൻ സഹായിക്കണം. പല ചിന്താഗതികളോടെ ഇവിടെ കടന്നു വന്നവരുണ്ട് കർത്താവെ. പ്രത്യേകാൽ യൗവനക്കാർ ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ കർത്താവെ ഇടയാക്കണമേ. 2025 ആണ്ട് ഒക്ടോബർ മാസം കർത്താവെ നടക്കുന്ന ഈ മീറ്റിങ്ങുകൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിൻ്റെ നാളുകളായി തീരുവാൻ ഇടയാക്കണം. സഭയ്ക്ക് അത് വലിയൊരു ഉണർവിൻ്റെ കാലഘട്ടമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവെ അങ്ങ് തൊട്ടതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, മടങ്ങിപ്പോകുമ്പോൾ പുതിയൊരു ഹൃദയം പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകുവാൻ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഹൃദയം ദൈവവചനത്തോട്, ദൈവത്തിൻ്റെ ആത്മാവിനോട് അരുളി ചെയ്യുന്ന വചനങ്ങൾ കർത്താവെ ഏറ്റെടുത്ത് അനുസരിക്കുന്ന ഒരു വിധേയത്വം നിന്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിൽ കർത്താവിനോട് ഹൃദയമായി സംസാരിക്കുന്ന ഒരനുഭവം ഉണ്ടാകട്ടെ കർത്താവെ. പരിചയത്തിൽ നിന്നുള്ള കർത്താവെ ഒരു അഭിനയ ജീവിതമല്ല, എല്ലാ മൂടുപടവും മാറി കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം, കർത്താവിൻ്റെ ഇമ്പശബ്ദം കേട്ടനുസരിക്കുന്ന ഒരു നല്ല ജീവിതം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ദാസനായി, കുടുംബത്തിനായി സ്തോത്രം. താൻ ഈ സഭയെ നയിക്കുന്ന ഈ കാലയളവ് ഏറ്റവും സഭയുടെ ഉണർവിൻ്റെ കാലഘട്ടമാക്കി മാറ്റണമേ കർത്താവേ. നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ക്ലാസ്സുകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങളുടെ സംശയങ്ങൾ മാറിപ്പോകട്ടെ. ഏത് വിഷയങ്ങളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവരെ അലട്ടുന്നത് കർത്താവേ, ദൈവത്തോടുള്ള പ്രാഗൽഭ്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്നത്, അതിൽ നിന്നെല്ലാം അവരെ സ്വതന്ത്രമാക്കണമേ കർത്താവേ. സ്തോത്രം. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ കർത്താവിനോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു ജീവിതം എല്ലാവർക്കും നൽകണമേ. അത്ഭുത വിടുതലുകൾ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്നെ നന്നായി അറിയുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെന്ന്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ടെന്ന് ഉള്ള ബോധ്യത്തോടെ ഏത് അന്ധകാര ശക്തികളെയും വെല്ലുവിളിക്കുവാൻ, ഈ ലോകത്തെ വെല്ലുവിളിക്കുവാൻ, ഈ കാലഘട്ടത്തെ വെല്ലുവിളിക്കുവാൻ ഉള്ള ഒരു പുത്തൻ അഭിഷേകം നിന്റെ കുഞ്ഞുങ്ങൾ പ്രാപിച്ച് മടങ്ങിപ്പോകട്ടെ. മടക്കി യാത്രയിൽ കൂടെ ഇരിക്കണം. എത്തേണ്ട ഭവനങ്ങളിൽ സുരക്ഷിതരായി ചെന്ന് ചേരുവാൻ കൃപ നൽകണം. നിന്റെ ദാസനെയും വരും ദിവസങ്ങളിൽ ശക്തമായി ഉപയോഗിക്കണമേ. പ്രാർത്ഥന കേട്ടതേക്കായി സ്തോത്രം, യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനോട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികളിലെ തിരുവചന പഠനം നമുക്ക് അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യാം. അടുത്ത ദിവസം നടക്കുന്ന ബൈബിൾ സ്റ്റഡിയും ഏറ്റവും അനുഗ്രഹമാക്കിയ ദൈവം തീർക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിൻ സാമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം ആശ്വസിപ്പിച്ച് ദിനംതോറും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗം, കാവൽ, കൂട്ടായ്മ നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും
ഭൂലോകം പഠിച്ച് തീർപ്പാർക്കുന്ന സകല വിശുദ്ധന്മാരോടും ഭവനിലേക്ക് കടന്ന ഏവരുടെ മേലും വചന സൃഷ്ടി കർത്താവിൻ്റെ ദാസനോടും തുടർന്നുള്ള ദിനങ്ങളിൽ നടക്കുന്ന തിരുവചന പഠനത്തോടും ഇപ്പോഴും കർത്താവിൻ്റെ വേഗത്തിൽ വരുവരുണ്ടാകുകയും വർദ്ധിച്ചു വരികയും ചെയ്യുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ വൈകിട്ട് 8 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് നമ്മുടെ